ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മുടെ ഊട്ടിയിലെ മൂന്നാമത്തെ ദിവസമാണ്. ഇന്ന് നമ്മൾ തിരിച്ചു പോവാണ് കേട്ടോ. ഒരു ഉച്ചയൊക്കെ ആകുമ്പോഴത്തേക്കിനും നമ്മൾ തിരിച്ചു പോകും. ഇന്നലെ ബൊട്ടാണിക്കൽ ഗാർഡനും ലേക്കും ഒക്കെ കറങ്ങി എല്ലായിടവും കറങ്ങിയൊക്കെ വന്നു. എല്ലാവരും നല്ല ടയേർഡാണ്. എനിക്ക് ആക്ച്വലി ഒരു 2 ദിവസം കൂടെ ഇവിടെ നിൽക്കണം എന്നുണ്ട്. കാരണം കുറേ സ്ഥലങ്ങളും കൂടെ കവർ ചെയ്യാനുണ്ട്. ഒരുപാട് ഓർമ്മകളുള്ള സ്ഥലമാണിത്. പക്ഷേ നമുക്ക് ലീവിൻ്റെ പരിമിതി, പിന്നെ കൂടെ വന്ന എല്ലാവർക്കും ഓരോരോ പരിപാടികളുണ്ട്. അതൊക്കെ വെച്ചിട്ട് നമ്മളെന്തായാലും ഇന്ന് തിരിച്ചു പോവാണ്. അപ്പം ഉച്ചയാകുമ്പോഴത്തേക്ക് നമ്മൾ ഇവിടുന്ന് ഇറങ്ങാമെന്നുള്ളൊരു പ്ലാനിലാണ്. ഇപ്പം ഞങ്ങൾ ഒന്ന് കറങ്ങാൻ ഇറങ്ങാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ദൂരേക്കൊന്നുമല്ല. ഞങ്ങളൊരു 10 വർഷം മുന്നേ ഇവിടുന്ന് പോയതാണ്. അപ്പം ഒരുപാട് ഓർമ്മകളുള്ളൊരു സ്ഥലമാണിത്. ഒരുപാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഓർമ്മകളുണ്ട്. അപ്പം എനിക്ക് ഞങ്ങൾ താമസിച്ച വീട്ടിലും അങ്ങനെ കറങ്ങി നടന്ന ഏരിയയിൽ കൂടെയൊക്കെ ഒന്ന് പോകണം എന്നൊരാഗ്രഹം, ആ വീട്ടിലെ ആൾക്കാരെയൊക്കെ ഒന്ന് കാണണം എന്നൊരാഗ്രഹം. കുറച്ച് ആൾക്കാരൊന്നും ഇവിടെ ഇല്ല, അവരൊക്കെ ഔട്ട് ഓഫ് സ്റ്റേഷൻ പോയിരിക്കുകയാണ് കേട്ടോ. ആദ്യം താമസിച്ച വീട്ടിലെ അങ്കിളൊന്നും ഇവിടെ ഇല്ല. എന്നാലും ഉള്ള ആൾക്കാരെയൊക്കെ ഒന്ന് പോയി കാണാമെന്ന് വിചാരിച്ചു. ഇനി നമ്മളെന്നാ വരുന്നതെന്ന് അറിയത്തില്ലല്ലോ. നമ്മൾ 2015 ഇവിടുന്ന് പോയപ്പം ഇതുപോലെ 10 വർഷം കഴിഞ്ഞിട്ടാണ് വീണ്ടും വരുന്നതെന്നൊന്നും നമ്മൾ ഒരിക്കലും ചിന്തിച്ചിട്ടില്ലല്ലോ. അതുമല്ല, എനിക്ക് ഉണ്ണിക്കുട്ടനെ ഒന്ന് കൊണ്ടുപോയി കാണിക്കണം, ഞങ്ങൾ താമസിച്ച വീടൊക്കെ. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അതെനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ. ഏത് കാലത്തായാലും ഹൈദരാബാദിലാണേലും ഊട്ടിയിലാണേലും ഒക്കെ ഉണ്ണിക്കുട്ടനെ ഞങ്ങൾ താമസിച്ച വീടും കാര്യങ്ങളും ഒക്കെ കൊണ്ട് കാണിക്കണം എന്നുള്ളതൊക്കെ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. അപ്പോൾ നമ്മൾ അതിനൊക്കെ വേണ്ടിയിട്ട് ഇറങ്ങുവാണ്. എല്ലാവരും റെഡിയായി ഇറങ്ങിയിട്ടുണ്ട്. അപ്പം നമുക്ക് പോകാം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വീഡിയോയിലൊന്നും തീരത്തില്ല കേട്ടോ നമ്മുടെ ആ ഒരു ഓർമ്മകൾ എന്നൊക്കെ പറഞ്ഞാൽ. എന്നാലും പറ്റുന്ന അത്രയും സ്ഥലങ്ങൾ ഈ ഉച്ചവരെയുള്ള സമയത്തൊന്നും കവർ ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങളല്ല. എന്നാലും ഞാൻ വിചാരിച്ചു പറ്റുന്ന അത്രയും സ്ഥലങ്ങളിലൊന്ന് പോകാം. കാരണം ഭയങ്കര എനിക്കിവിടെ വന്നു കഴിഞ്ഞപ്പോൾ പോലെ ഭയങ്കര എന്തോ ഒരു സങ്കടമാണോ സന്തോഷമാണോ എന്നൊന്നും അറിയത്തില്ല കേട്ടോ. കാരണം അത്രയും ജീവിതം പിച്ച വെച്ച് തുടങ്ങിയത് ഇവിടുന്നാണ്. എന്നെ ഒറ്റയ്ക്ക് ജീവിക്കാൻ പഠിപ്പിച്ചത്. അല്ലാതെ എന്നുവെച്ചാൽ അതുവരെ നമ്മൾ കൂട്ടുകാരെ ഫാമിലി എന്നൊക്കെ പറഞ്ഞ് നിന്നിടത്തുനിന്ന് ഒറ്റയ്ക്ക് നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്ത് ശരിക്കും ഒറ്റയ്ക്ക് എങ്ങനെ നിൽക്കാമെന്ന് പഠിച്ചത് ഇവിടുന്നാണ്. ജീവിതം തുടങ്ങിയത് ഇവിടുന്നാണ്. അപ്പോൾ ഒരുപാട് എന്താ പറയുക, ഒത്തിരി കാര്യങ്ങൾ എനിക്കിവിടെ വരുമ്പോഴത്തേക്കിനും ഓർമ്മ വരും. പിന്നെ എന്താ പറയുക, ഞാനായത് ഇവിടുന്നാന്ന് പറയാം. ഒരുപാട് ആൾക്കാരെ തിരിച്ചറിഞ്ഞത് ഇവിടുന്നാണെന്ന് പറയാം. കാരണം അതുവരെ നമ്മുടെ ചുറ്റും ഒത്തിരി ആൾക്കാർ കാണും. ഞങ്ങളൊരു ലൈഫ് തുടങ്ങിക്കഴിഞ്ഞപ്പോഴാണ് നമുക്കൊരു പ്രശ്നം വരുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ ലൈഫിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പല സമയങ്ങളിലും നമ്മൾ മാത്രമേ കാണത്തുള്ളൂ എന്നൊക്കെ ഞാൻ പഠിച്ചത് ഇവിടെ വന്ന് ഞങ്ങളുടെ ആ ഒരു ലൈഫ് തുടങ്ങിയതിന് ശേഷമാണ് കേട്ടോ. ഇവിടുന്നാണ് പിന്നെ നമ്മൾ ഹൈദരാബാദിലോട്ടൊക്കെ പോയത്. അപ്പോൾ എന്തായാലും കത്തിയടിച്ച് സമയം കളയുന്നില്ല. ഞാൻ പറഞ്ഞു തുടങ്ങിയാൽ നിർത്തത്തില്ല, കാരണം എനിക്ക് അത്രയും നൊസ്റ്റാൾജിയാണ് ഇവിടെ. അതുകൊണ്ട് ബാക്കിലൊക്കെ ഇങ്ങനെ ഭയങ്കര അടിപൊളി വ്യൂ ആണ്. പക്ഷേ എനിക്ക് അധികം ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ നമ്മളിത് അവിടെ ആ മലയുടെ മേളിൽ പോകണം. അപ്പോൾ നമ്മൾ പോകാൻ വേണ്ടിയിട്ട് റെഡിയായി. എല്ലാവരും വണ്ടിയെ കയറിയിട്ടുണ്ട്. ഞാൻ ഗേറ്റ് തുറക്കാൻ വേണ്ടി ഇറങ്ങി വന്നതാണ്. അപ്പോൾ ഞാൻ ഗേറ്റൊക്കെ തുറന്നിട്ട് നമുക്ക് എന്തായാലും പെട്ടെന്ന് പോകാം. എല്ലാവരും പോകാൻ റെഡി ആയിട്ട് വണ്ടിയെ കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വേണം പോകാൻ. കാരണം ഉച്ച കഴിഞ്ഞിട്ടെങ്കിലും നമുക്ക് ഇറങ്ങണം എന്നുള്ളൊരു പ്ലാനിങ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ വഴികളിൽ കൂടെ ഒക്കെ ഞാൻ ഒരുപാട് നടന്നു പോയിട്ടുള്ളതാണ് കേട്ടോ. ഊട്ടിയിൽ താമസിച്ചുകൊണ്ടിരുന്ന കാലത്ത് എന്ത് കാര്യത്തിനാണെങ്കിലും നടന്നു പോവുക എന്നുള്ളതായിരുന്നു. അന്ന് ഫിസിക്കലിയും നല്ല ഫിറ്റ് ആയിരുന്നു കേട്ടോ. അങ്ങനെ അത്രയും നടക്കുന്നുണ്ട്. ഒരു ദിവസം തന്നെ കിലോമീറ്ററുകൾ നടക്കാറുണ്ടായിരുന്നു. അങ്ങനെ എല്ലാ ദിവസവും നടന്നായിരുന്നു എല്ലാ സ്ഥലത്തും പോകുന്നത്. അപ്പോൾ വിശപ്പിൻ്റെ വിളി ഉയരുന്നതുകൊണ്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവുകയാണ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നമുക്ക് ഇവിടുന്ന് യാത്ര തുടങ്ങാമെന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ പിന്നെ പകുതി വഴി എത്തുമ്പോഴത്തേക്കിന് പിള്ളേരൊക്കെ വിശക്കുന്നു എന്ന് പറയും. പിള്ളേരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, എനിക്ക് തന്നെ വിശക്കാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ പിന്നെ പിള്ളേർക്ക് വിശക്കാതിരിക്കത്തില്ലല്ലോ. അപ്പോൾ എന്തായാലും നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് നമ്മുടെ സെൻട്രൽ ഹോട്ടലിലേക്ക് കഴിക്കാൻ പോകണം. നമ്മൾ വന്നപ്പോൾ മുതൽ ഇവിടുന്നാണ് കേട്ടോ കഴിക്കുന്നത്. MRCയുടെ തൊട്ടടുത്തുള്ള ഹോട്ടലാണ്, റെസ്റ്റോറൻ്റാണ്. അപ്പോൾ നമ്മൾ അവിടെ നിന്നാണ് കഴിക്കുന്നത്. അതാകുമ്പോൾ നമുക്ക് ഫുഡ് ഒരു മിനിമം ഗ്യാരണ്ടി ഉണ്ട്. കാരണം നല്ല തിരക്കുള്ള സ്ഥലമാണ്. അതുമല്ല ഇവിടെ നമുക്ക് അത്യാവശ്യം നല്ല ഫുഡാണ് കിട്ടുന്നത്. അപ്പോൾ അതാ ഈ ഒരു കഫറ്റീരിയ എന്ന് പറഞ്ഞ ബോർഡ് വെച്ചിരിക്കുന്നതാണ്. ചെറിയൊരു കടയാണ് കേട്ടോ. പക്ഷേ അത്യാവശ്യം നല്ല ഫുഡ് തന്നെയാണ് ഇവിടുത്തത്. ഞങ്ങൾ വന്ന അന്ന് മുതൽ ഇവിടെ നിന്നാണ് കഴിക്കുന്നത്. വന്ന അന്ന് മുതൽ നല്ല നമുക്ക് പണ്ടേ അറിയാമല്ലോ. അപ്പം എന്തായാലും നമുക്ക് അകത്തോട്ട് കയറാം. ആരടി പൊറോട്ട പറഞ്ഞവരെടുക്കടി.
ആർക്കേലും വേണം? എനിക്ക് വേണ്ട, എനിക്ക് കഴിക്കത്തില്ല. നെയ് റോസ്റ്റ് കിട്ടാത്തത് കൊണ്ട് പൂരി കൊണ്ട് പൊരുത്തപ്പെടാം. സുന്ദരിയായില്ലേ? ഇത് വെച്ചിട്ട് എങ്ങനെയാടാ ഉണ്ണി കണ്ണ് കാണുന്നേ? എനിക്ക് കാണാൻ പറ്റുന്നില്ലല്ലോ. ആ അങ്ങനെ നോക്കി ഇനി കോമൺ കുടിക്കും. ഇവിടെ ഇറങ്ങി കൊടുത്ത് അവർക്കൂടെ പ്ലേറ്റ് ചെയ്യാം. അപ്പോൾ എല്ലാവരും നല്ല അതിഗംഭീരമായ ബ്രേക്ക്ഫാസ്റ്റ് അടിക്കലൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോകാമെന്ന് വിചാരിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ഈ ഒരു നമ്മൾ നിൽക്കുന്ന ലൊക്കേഷനിൽ നിന്നാണ് അതിൻ്റെ റൈറ്റ് സൈഡിൽ മിലിറ്ററി ഹോസ്പിറ്റൽ, ലെഫ്റ്റ് സൈഡിൽ ആർമിയുടെ ഓഫീസുകൾ, കാര്യങ്ങൾ, ക്യാൻറ്റീന്, അങ്ങനെയുള്ള കാര്യങ്ങൾ, സ്ക്വയർ ബിൽഡിംഗ് എല്ലാം ഉണ്ട് കേട്ടോ. മെയിൻ ഒരു സെൻട്രൽ പോയിന്റ് ആണെന്ന് പറയാം. അപ്പോൾ ഇതാണ് പട്ടാളത്തിൻ്റെ അമ്പലം, MRCയുടെ അമ്പലമാണ്. അപ്പം നമ്മൾ ആദ്യം അപ്പുറത്ത് പള്ളിയുണ്ട്, പള്ളിയിലോട്ട് പോകാമെന്ന് വിചാരിച്ചു. പള്ളിയിൽ പോയേച്ച് തിരിച്ചു വരുമ്പം അമ്പലത്തിലും കയറിയിട്ട് നമുക്ക് അങ്ങനെ നേരെ പോകാം എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ അതേ നമ്മൾ പള്ളിയിൽ വന്നിട്ടുണ്ട്. ഇവിടെയും അങ്ങനെ ഒരുപാട് പ്രാവശ്യമൊന്നും വന്നിട്ടില്ല, ഇടയ്ക്കൊക്കെ വന്നിട്ടുണ്ടെന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. അമ്പലത്തിലാണ് കേട്ടോ ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ളത്. 1885 ബ്രിട്ടീഷുകാർ പണിത പള്ളിയാണ് കേട്ടോ ഇത്. ശരിക്കും നമ്മുടെ മദ്രാസ് റെജിമെൻ്റൽ സെൻറ്ററിൻ്റെ പള്ളിയാണ്, MRCയുടെ പള്ളിയാണ്. അപ്പോൾ നമുക്ക് ക്രിസ്തുമസിനും ഈസ്റ്ററിനും ഒക്കെ ഇവിടെ പരിപാടികളുണ്ട്. ഇവിടെ അച്ഛനുണ്ട്, അങ്ങനെ നമുക്കിവിടെ പ്രാർത്ഥനയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. വേണമെങ്കിൽ നമുക്ക് വരാം. പക്ഷേ ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്നത് അങ്ങ് ക്യാറ്റിൽ പൗണ്ട് എന്ന് പറയുന്ന സ്ഥലത്തായതുകൊണ്ട് എനിക്കവിടെ മലയാളം കുർബാനയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ അവിടെയായിരുന്നു പോകുന്നത്. പക്ഷേ ഈ പള്ളിയിൽ ഞാൻ വന്നിട്ടുണ്ട്, എന്തൊക്കെയോ പരിപാടികൾക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും പള്ളിയുടെ അകത്ത് കയറണമെങ്കിൽ അച്ഛനോട് പോയി പെർമിഷനൊക്കെ ചോദിക്കണം. അകത്ത് കയറുന്നില്ല നമ്മളീ പുറത്തിങ്ങനെ ഒന്ന് ചുറ്റി കണ്ടിട്ട് നമുക്ക് തിരിച്ചു പോകാം. അതാന്ന് തോന്നുന്നു അച്ഛൻ്റെ മേട. ഇത് വലിയൊരു വാട്ടർ ടാങ്ക് ഉണ്ട്. നല്ല ഭംഗിയുണ്ട് കേട്ടോ ഈ പള്ളി. ആ ഒരു കൺസ്ട്രക്ഷനും കാര്യങ്ങളും ഒക്കെ നല്ല രസമാണ്. എൻട്രൻസ് ആ സൈഡിൽ നിന്നാണെന്ന് തോന്നുന്നു, എനിക്ക് ഓർമ്മയില്ല. കാരണം നമ്മൾ വരുമ്പോൾ ഈ ഒരു ഇപ്പോൾ വന്നതുപോലെ ആ ഒരു വഴിയെ കൂടെയാണ് കയറി വരുന്നത് എപ്പോഴും. എന്ത് ഭംഗിയാണെന്നുണ്ടോ ഒരു പള്ളിയുടെ കൺസ്ട്രക്ഷനും കാര്യങ്ങളുമൊക്കെ. അപ്പോൾ ഇതാണ് MRCയുടെ പള്ളി. സത്യം പറഞ്ഞാൽ ആ ബിൽഡിങ്ങൊക്കെ കാണുമ്പോൾ ഇപ്പോൾ എനിക്ക് കുറേ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് കേട്ടോ. കാരണം നമ്മളിപ്പോൾ അവിടെ ഈ ഒരു ടൈപ്പ് ബിൽഡിങ്സൊക്കെ കാണുന്നുണ്ടല്ലോ. അപ്പം ഇപ്പോൾ കുറച്ചും കൂടെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് കേട്ടോ. അവിടുത്തെ ആ ഒരു ബിൽഡിങ്സിൻ്റെ പാറ്റേണും അതിവിടെ വന്ന് നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്ത ആ ഒരു സ്റ്റൈലും ഒക്കെ നമുക്കിപ്പോൾ എനിക്കത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അന്ന് കാണുമ്പോൾ നമുക്ക് ഇത്രയും അങ്ങനെ മനസ്സിലായിട്ടില്ലായിരുന്നു. അല്ല നമ്മുടെ നാട്ടിൽ കാണുന്ന ആ ഒരു ബിൽഡിങ്സിൻ്റെ ആ ഒരു പാറ്റേൺ അല്ലല്ലോ. അപ്പോൾ ഇപ്പോൾ അത് നമുക്ക് മനസ്സിലാവുന്നുണ്ട്, അവരുടെ ബിൽഡിങ്ങിൻ്റെ പാറ്റേണും കാര്യങ്ങളൊക്കെ. ഓക്കെ, ഇതാണ് പള്ളിയുടെ ആനവാതിൽ കേട്ടോ. നമ്മൾ ഇതിലെയാണ് കയറുന്നത്. ഞാൻ 1-2 പ്രാവശ്യം മാത്രമേ ഈ പള്ളിയിൽ വന്നിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാണ് ആനവാതിൽ, നമ്മളിതിലെയാണ് കയറുന്നത്. ഓക്കെ, അപ്പം നമ്മൾ MRCയുടെ പള്ളി കണ്ടു. ഇനി നമ്മൾ അമ്പലത്തിൽ പോവാണ്, MRCയുടെ അമ്പലത്തിൽ പോവാണ്. അമ്പലത്തിൻ്റെ ഉള്ളിൽ വീഡിയോ എടുക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല കേട്ടോ. അവിടെ പക്ഷേ അവിടെ ഞാൻ പല പ്രാവശ്യം ഈ ജന്മാഷ്ടമിയുടെ പരിപാടിക്കൊക്കെ പോയിട്ടുണ്ട്. അപ്പം നമുക്ക് നോക്കാം അതിൻ്റെ അകത്ത് കയറാൻ വീഡിയോ എടുക്കാൻ പറ്റുമോ എന്ന് നോക്കാം. ഈ പള്ളിയുടെ മുറ്റത്ത് നിൽക്കുമ്പോൾ ഭയങ്കര ഒരു പോസിറ്റിവിറ്റി ഫീൽ ചെയ്യും കേട്ടോ. കാരണം ഇങ്ങനെ ചുറ്റും മരങ്ങളും വലിയ ശബ്ദമോ ബഹളമോ ഒന്നും ഇല്ലാത്ത നല്ല അടിപൊളി ഒരു അന്തരീക്ഷമാണ്. നമുക്ക് അവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ ഭയങ്കര രസമാണ് ആ പള്ളി കണ്ടുകൊണ്ടിരിക്കാൻ. അപ്പം എനിക്കങ്ങനെ ഈ പള്ളിയെക്കുറിച്ചോ അല്ലെങ്കിൽ ഞാൻ ഈ നേരത്തെ പറഞ്ഞ കാര്യങ്ങളിലാണെങ്കിൽ പോലും എന്തെങ്കിലും മണ്ടത്തരം ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് അറിയാവുന്ന ആൾക്കാർ എനിക്ക് പറഞ്ഞു തരണം കേട്ടോ. കമൻറ്റ് ചെയ്താൽ മതി. കാരണം ഞാൻ ഈ പള്ളി പണിത വർഷത്തെക്കുറിച്ച് പറഞ്ഞ പോലും അവിടെ എഴുതി വെച്ചിരിക്കുന്ന കണ്ടിട്ട് പറഞ്ഞാണ്, അല്ലാതെ എനിക്കറിയത്തില്ല. ഞാനിങ്ങനെ നമ്മളങ്ങനെ ഭയങ്കര ട്രാവൽ വ്ളോഗ് എന്നൊന്നും ഉദ്ദേശിച്ചല്ലല്ലോ ചെയ്യുന്നത്. നമ്മൾ പോയ ഒരു സ്ഥലം നിങ്ങൾക്ക് കാണിച്ചു തരുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതലായിട്ടിരുന്ന് പഠിച്ച് പറഞ്ഞു തരാനൊന്നും അതിനൊന്നുള്ള ക്ഷമയൊന്നും ഉള്ള ഒരാളല്ല കേട്ടോ. ഞാനിങ്ങനെ ഡെയിലി നമ്മുടെ ലൈഫിൽ നടന്നു പോകുന്ന കാര്യങ്ങളിൽ നമുക്കുള്ള ചെറിയ അറിവൊക്കെ വെച്ചിട്ട് ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞ് തട്ടിയും മുട്ടിയൊക്കെ പോകുന്ന ഒരാളാണ്. അപ്പം എൻ്റെ ആ ഒരു പരിമിതമായ അറിവ് വെച്ചിട്ട് ഞാൻ പറഞ്ഞു തന്നാണ് കേട്ടോ. അല്ലാതെ ഞാൻ അങ്ങനെ ഭയങ്കര വിവരമോ അല്ലെങ്കിൽ ഭയങ്കര ആധികാരികമായിട്ട് പറയാൻ അറിവുള്ള ഒരാളോ ഒന്നുമല്ല. അങ്ങനെ പള്ളിയിൽ നിന്ന് നമ്മൾ ഇറങ്ങി ഇതേ അമ്പലത്തിൽ എത്തിയിട്ടുണ്ട്.
എനിക്ക് സത്യം പറഞ്ഞാൽ ആ പള്ളിയെക്കാട്ടിലും മെമ്മറീസ് കൂടുതലുള്ളത് ഈ ഒരു അമ്പലത്തിൽ തന്നെയാണ് കേട്ടോ. ഭയങ്കര ഒരുപാട് ഓർമ്മകളുണ്ട് ഇവിടെയും. കാരണം നമുക്ക് ജന്മാഷ്ടമിക്കൊക്കെ രാത്രിയിൽ ഇവിടെ പരിപാടി നടക്കുമ്പോൾ ആ നല്ല തണുപ്പാൻ കാലത്ത് ഞങ്ങളിങ്ങനെ ഞാനും ചേച്ചനും ബൈക്കിലൊക്കെ വന്ന്, അന്ന് നമ്മുടെ കയ്യിൽ ബൈക്കാണുള്ളത്. അപ്പം നമ്മൾ ബൈക്കിൽ രാത്രിയിൽ ഇങ്ങനെ തണുപ്പത്ത് ഒരു ജാക്കറ്റും ഒക്കെ ഇട്ട് വന്ന് ഇവിടെ ഇങ്ങനെ പരിപാടിക്കൊക്കെ ഇരിക്കുന്നതും അതൊക്കെ ഇങ്ങനെ മെമ്മറിയിൽ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പൊ കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ ഉള്ള ആൾക്കാർക്ക് കുറച്ചൊരു കൺസെഷനൊക്കെ കിട്ടും, അവർ വന്നില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷെ നമുക്കന്ന് മക്കളില്ലാഞ്ഞത് കൊണ്ട് സത്യം പറഞ്ഞാൽ എല്ലാ പരിപാടിക്കും നമ്മുടെ പേര് ഉണ്ടെന്നുള്ളത് നമുക്ക് ഉറപ്പായിരുന്നു. എന്ത് വന്നാലും ഏതൊക്കെ പരിപാടികൾ അവിടെ നടക്കുന്നുണ്ടെങ്കിലും നമ്മുടെ പേര് അവിടെ ഉണ്ടാവും എന്നുള്ളത് നമുക്ക് കൺഫേം ആയിട്ട് അറിയാവുന്ന കാര്യമായിരുന്നു. അങ്ങനെ അവിടെ താമസിച്ചുകൊണ്ടിരുന്ന കാലത്താണ് നമുക്ക് ഉണ്ണിക്കുട്ടനിൽ ഒരു കുഞ്ഞുണ്ടാകാത്തതിന്റെ സങ്കടം അറിഞ്ഞു തുടങ്ങിയതും ഒക്കെ അങ്ങനെയാണ് കേട്ടോ. കാരണം ഇങ്ങനെ നമുക്ക് പോകാൻ താല്പര്യമില്ലാത്ത പല പരിപാടിക്ക് പോലും ഇതേപോലെ പോകേണ്ടതൊക്കെ വന്നിട്ടുണ്ട് എനിക്ക്. അപ്പോഴൊക്കെ എനിക്കിങ്ങനെ സങ്കടം തോന്നിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഉണ്ണിക്കുട്ടൻ വരാനുള്ള ടൈം ആയിട്ടില്ലായിരുന്നു. ഉണ്ണിക്കുട്ടൻ അതിലിങ്ങനെ ഓടിക്കളിച്ചൊക്കെ നടന്നപ്പോൾ ഞാൻ ഓർക്കുമായിരുന്നു, ഇവൻ ശരിക്കും ഞങ്ങൾ ഊട്ടി വിട്ട് പോയിട്ടില്ലായിരുന്നെങ്കിൽ അവിടെ ഈ സ്ഥലങ്ങളിലെല്ലാം ഓടിക്കളിച്ച് അപ്പന്റെ കയ്യും പിടിച്ച് ഇങ്ങനെ നടക്കേണ്ടതായിരുന്നു അവൻ. അവിടെ വലിയൊരാളായിട്ട് നടക്കേണ്ടതായിരുന്നു. അവിടുത്തെ ഒരു കുഞ്ഞ് രാജാവായിട്ട് നടക്കേണ്ട ആളായിരുന്നു ഉണ്ണിക്കുട്ടൻ എന്ന് എനിക്ക് ഇടയ്ക്കൊക്കെ തോന്നാറുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ പിന്നെ പോയത് വെല്ലിംഗ്ടൺ ലേക്കിലേക്കാണ്. അവിടെ എന്താ പറയാ, ഇതും ഞാൻ കല്യാണം കഴിഞ്ഞ് ഇവിടെ താമസത്തിന് വന്ന സമയത്ത് ഈ ലേക്കൊന്നും അവിടെ ഇല്ല കേട്ടോ. അതിങ്ങനെ ഒരു ചതുപ്പായിട്ട് കിടന്ന സ്ഥലമായിരുന്നു. ഞങ്ങൾ അവിടെ താമസിക്കുന്ന കാലഘട്ടത്താണ് ആ ചതുപ്പ് നില ഇങ്ങനെ ഇതേപോലെ ഒരു തടാകമാക്കിയതും അതിന്റെ ഉദ്ഘാടനം നടന്നതും ഒക്കെ അന്നാണ് കേട്ടോ. അന്നൊന്നും ബോട്ടിലൊന്നും കയറാൻ എനിക്ക് തോന്നിയിട്ടില്ലെന്നല്ല, കയറുന്ന കാര്യം പറഞ്ഞപ്പോൾ ഇച്ചാൻ ഒരു കാര്യം എന്നോട് ഇങ്ങനെ പറഞ്ഞ് എൻ്റെ ആ ഒരു മൈൻഡ് ഔട്ട് ആക്കി കളഞ്ഞു. പിന്നെ ഒരിക്കലും ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ എനിക്ക് ബോട്ടിൽ കയറണം എന്നൊക്കെ. ഇപ്പൊ പിന്നെ നമ്മളിങ്ങനെ ടൂറിസ്റ്റ് ആയിട്ട് പോയ സ്ഥിതിക്ക് ഒന്ന് കയറിയില്ലെങ്കിൽ എങ്ങനെ എന്നുള്ളൊരു ഫീൽ അടിച്ചത് കൊണ്ടാണ് കേട്ടോ ബോട്ടിൽ കയറാമെന്ന് വിചാരിച്ചത്. അപ്പം ഈ സ്ഥലങ്ങളിൽ കൂടെ ഒക്കെ നടക്കുമ്പോൾ നമുക്കറിയാം ഈ തടാകം വരുന്നതിന് മുന്നേ ഇവിടെ എങ്ങനെയായിരുന്നെന്നും അറിയാം. അതുപോലെ തന്നെ തടാകത്തിന്റെ പണി നടന്നുകൊണ്ടിരുന്ന സമയം, അല്ലെങ്കിൽ ആ തടാകം ഉദ്ഘാടനം നടന്നത്, ഇതെല്ലാം ഇങ്ങനെ ഓർമ്മയിൽ വരുമായിരുന്നു കേട്ടോ. അതാണ് ഊട്ടിയിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ ഹൈദരാബാദിലേക്കൊക്കെ പോകുമ്പോൾ എനിക്ക് ആ ഒരു മൊമെന്റ് ഞാൻ ആസ്വദിക്കുന്നതിനെക്കാട്ടിലും നമ്മുടെ കുറേ മെമ്മറീസ് ഉണ്ട് അവിടെ. അപ്പൊ ആ മെമ്മറീസ് എല്ലാമാണ് ഞാൻ കൂടുതലായിട്ട് ആസ്വദിക്കുന്നത് കേട്ടോ. അങ്ങനെ ചേച്ചിയും ചേട്ടായിയും പിള്ളേരും കൂടെ ബോട്ടേ കയറി പോയി. അപ്പൊ അവര് പോയിട്ട് തിരിച്ചു വരുന്നുണ്ട്. ഞാനിങ്ങനെ വീഡിയോ ഒക്കെ എടുക്കാനും ഒക്കെ തേണ്ടി തിരിഞ്ഞെല്ലാം നടന്നിട്ട് ഞാൻ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവര് ഫസ്റ്റ് റൗണ്ട് പോയി. പിന്നെ എല്ലാവർക്കും കൂടെ ഒന്നിച്ചു പോകാനുള്ള ബോട്ടുകളും അവിടെ ഉണ്ടായിരുന്നില്ല കേട്ടോ, വേറെ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ. അങ്ങനെ പൊന്നൂസിനെ ഇറങ്ങാൻ സമ്മതിക്കാതെ അവനെ അവിടെ ഇരുത്തിയിട്ട് ഞാനും കയറി, ഉണ്ണിക്കുട്ടനും ഒക്കെ കയറി, മമ്മി കയറി. അപ്പോൾ നമ്മൾ വീണ്ടും ബോട്ട് ചവിട്ടി പോവാണ് കേട്ടോ. വയ്യാത്ത പറ്റി കയ്യാല കയറാൻ പോരുതെന്ന് എൻ്റെ മമ്മി എപ്പോഴും പറയാറുണ്ട്. അത് സത്യമാണെന്ന് എനിക്ക് മനസ്സിലായി. കാരണം ഈ ഒരു ബോട്ട് ചവിട്ടി നീക്കുക എന്ന് പറയുന്നത് അത്ര നിസ്സാരമായ ഒരു കാര്യമല്ല കേട്ടോ. അത്യാവശ്യം നല്ല ടാസ്ക്കാണ്. അതും ഞാൻ ഇട്ടിരുന്നത് നല്ല ടൈറ്റ് ആയിട്ടുള്ള ഒരു ജീൻസും കൂടെ ആയിരുന്നു. അപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്ക് ഒട്ടും ആ ഒരു ബോട്ട് ചവിട്ടാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. എങ്ങനെയൊക്കെയോ ഞാൻ വളരെ കഷ്ടപ്പെട്ട് ആ ഒരു ബോട്ട് ചവിട്ടി നീക്കി എന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ ഞങ്ങളിങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നപ്പോൾ കുറേ താറാക്കൂട്ടം അതിലെ വന്നു കേട്ടോ. അപ്പോൾ നമുക്ക് പ്രത്യേകിച്ചും നമ്മൾ മലയാളികൾക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണല്ലോ ഇങ്ങനെ നിരനിരയായിട്ട് പോകുന്ന ഉറുമ്പിനെയൊക്കെ ഒന്ന് പോയി കൈ വെച്ച് അവരുടെ ആ ഒരു ലൈനൊക്കെ ഒന്ന് തെറ്റിക്കുക എന്ന് പറയുന്നത് നമുക്ക് എന്തോ ഒരു മനസ്സിന് ഭയങ്കര സന്തോഷം തരുന്ന കാര്യമല്ലേ. എന്ന് പറഞ്ഞ പോലെ ഇങ്ങനെ ലൈനായിട്ട് പോകുന്ന താറാവുകളെ ഒന്ന് ലൈൻ തെറ്റിച്ച് ഒന്ന് കൂട്ടം തെറ്റിച്ച് വിടാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ വേഗം സ്പീഡിൽ ചവിട്ടി അവരുടെ അടുത്ത് പോയതാണ് കേട്ടോ. ചുമ്മാ ഒരു മനസ്സുഖം, എന്തെങ്കിലുമൊക്കെ ഒരു രസം വേണ്ടേ എന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ താറാവുകൾ നമ്മളെ തെറിയും പറഞ്ഞുകൊണ്ട് അവരവരുടെ പാട്ടിന് പോയി. അപ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ അവിടെ ഇരുന്ന് നോക്കുമ്പോൾ. ഈ കടലാസ് റോസ് എല്ലാം കൂടെ നമ്മുടെ ബൊഗൈൻവില്ല എല്ലാം കൂടെ പൂത്ത് നിൽക്കുകയും കൂടെ ചെയ്യുന്നതുകൊണ്ട് ഭയങ്കര രസമാണ്. ഈ ചെടികളൊക്കെ പിന്നീട് വെച്ച് പിടിപ്പിച്ചാണ് കേട്ടോ. ആ സൈഡിൽ കാണുന്ന കെട്ടിടങ്ങളും ഒക്കെ പിന്നെ വേറെ വെച്ച് പിടിപ്പിച്ചതാണ്. അവിടെ ഒരു കോഫി ഷോപ്പൊക്കെ പോലെ വന്നിട്ടുണ്ട്. അതൊക്കെ ഇപ്പം കാലക്രമേണ വന്നതാണ്. ഇതിന്റെ ഉദ്ഘാടന സമയത്ത് ഇതാ ആ കാണുന്ന സ്ഥലത്ത്, ഞാൻ ഈ ഫോക്കസ് ചെയ്ത് കാണിക്കുന്ന സ്ഥലത്തൊക്കെ ടെന്റൊക്കെ കെട്ടിയിട്ട് ഫുഡൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ പോയി കഴിച്ചതൊക്കെ എനിക്കിങ്ങനെ മെമ്മറിയിൽ വരുമായിരുന്നു കേട്ടോ. അപ്പം ഇവിടെ എല്ലാം ഇങ്ങനെ ലൈറ്റൊക്കെ ഇട്ട് അന്ന് നല്ല അടിപൊളിയായിരുന്നു. രാത്രിയിൽ ഒരു സന്ധ്യ സമയത്തായിരുന്നു ആ പരിപാടിയൊക്കെ നടത്തിയത്. അതൊക്കെ നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ മെമ്മറിയിൽ ഇങ്ങനെ തെളിഞ്ഞു വരുന്നു. ഒരു സന്ധ്യ കയ്യിലെ പോയി കറങ്ങി തിരിഞ്ഞ് നടന്നൊക്കെ എനിക്കിങ്ങനെ ഓർമ്മ വരുന്നുണ്ട്. അപ്പം കണ്ടോ എന്ത് രസമാണ് കണ്ടോ. നമ്മൾ ഇനി കറങ്ങി തിരിഞ്ഞ് ആ മേളിൽ കാണുന്ന ഭാഗത്തേക്ക് നമുക്ക് പോകണം കേട്ടോ. അപ്പം ഈ വെള്ളത്തിന്റെ നടുക്കുന്നൊന്ന് കര പറ്റിയാലല്ലേ നമുക്ക് എങ്ങനെയെങ്കിലും ഒന്ന് അങ്ങോട്ടേക്കൊക്കെ പോകാൻ പറ്റത്തുള്ളൂ. അപ്പൊ നമുക്ക് സ്പീഡിൽ പുറത്തേക്ക് പോവാം. അങ്ങനെ തിരിഞ്ഞു പോകണം. ഡ്രിഫ്റ്റ് വേണ്ട. ഈ എന്റെ
റൈറ്റ് പിടിയടാ, റൈറ്റ് പിടിയടാ. ചവിട്ടിക്കോ ചവിട്ടിക്കോ ചവിട്ടിക്കോ. ആ ചവിട്ടറാ, ചവിട്ടിക്കൊണ്ടിരിക്കടാ ചവിട്ടിക്കൊണ്ടിരിക്കടാ. ഞാൻ ആ മലമണ്ടേനെ കയറി സ്പീഡ് വന്നു. പാവം പിള്ളേരെ പറഞ്ഞോ. അപ്പൊ ഉച്ചയാകുമ്പോഴത്തേക്കെങ്കിലും നമ്മൾ മലയിറങ്ങി തുടങ്ങണം എന്നൊക്കെ പ്ലാൻ ചെയ്തിരുന്നതാണ്. പക്ഷേ നമ്മളിപ്പോഴും ദേ ഉച്ച സമയത്തും പാർക്കിൽ നിന്ന് കളിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ കേട്ടോ. ബോട്ടിൽ നിന്ന് ഇറങ്ങി വന്നപ്പോഴത്തേക്കിന് പിള്ളേർക്ക് ഇവിടെ കളിക്കണം എന്ന് പറഞ്ഞു. പിന്നെ വേണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ കരച്ചിലും പിഴിച്ചിലും മുഖം വീർപ്പിക്കലും ഒക്കെ ആകുമെന്ന് അറിയാവുന്നതുകൊണ്ട് ശരി കളിക്കട്ടെ എന്ന് വിചാരിച്ചു. ഇനിയിപ്പോൾ അതിൻ്റെ പേരിൽ ആ ഒരു സന്തോഷം പോകണ്ടെന്ന് വിചാരിച്ചു. മമ്മി എന്തായാലും ഊഞ്ഞാൽ കണ്ട പാടെ ഓടിപ്പോയി അതേ കയറിയിരുന്നു. ഞാനും പുറകെ പോയി. എനിക്ക് മനസ്സിലൊരു ചെറിയ പേടിയില്ലാതില്ല കേട്ടോ, ഇനി എൻ്റെ വെയിറ്റ് കൊണ്ടെങ്ങാനും ഊഞ്ഞാൽ പൊട്ടിപ്പോകുമെന്ന്. എന്നാലും സാരമില്ല, വീണു അത്രേ ഉള്ളൂ എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ ഊഞ്ഞാലയിലിരുന്ന് ആടുകയാണ്. കാരണം അത് ഇരുമ്പിൻ്റെ ഊഞ്ഞാലാണല്ലോ. അപ്പം അപ്പൻ എന്തായാലും മമ്മീനെ ആത്മാർത്ഥമായിട്ട് ഊഞ്ഞാലാടാൻ സഹായിക്കുന്നുണ്ട്. അങ്ങനെ കുറേ നേരം അവിടെ ഇരുന്ന് ഊഞ്ഞാലൊക്കെ ആടി കേട്ടോ. അപ്പം നമ്മുടെ പ്രോഗ്രാംസ് എല്ലാം ഡിലേ ആയിട്ടാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഉച്ചയാവുമ്പം മല ഇറങ്ങി തുടങ്ങണം എന്ന് വിചാരിച്ചു. രാവിലെ നമ്മുടെ പരിപാടികളെല്ലാം ക്ലിയർ ചെയ്യണം എന്ന് ഓർത്താണ്. പക്ഷേ ഒന്നും നമ്മൾ പ്ലാൻ ചെയ്തതുപോലെ നടന്നില്ല കേട്ടോ. ആ ഒരു ടൈം ബേസിൽ നമുക്ക് നടത്താൻ പറ്റിയില്ല. കാരണം മെയിനായിട്ടുള്ള റീസൺ ഞാനാണ് ഇങ്ങനെ തൂങ്ങിപ്പിടിച്ച് എല്ലാവരും റെഡി ആയി കഴിഞ്ഞിട്ട് ഞാൻ എഴുന്നേറ്റ് റെഡി ആകാറുള്ളായിരുന്നു. കാരണം ഞാനിങ്ങനെ ഭയങ്കര എനിക്ക് ഓൾറെഡി ക്ഷീണമായിരുന്നു. ഒരു ഹെക്റ്റിക് ഷെഡ്യൂളിന് ശേഷമാണ് ഞാൻ നാട്ടിലോട്ട് പോകുന്നത്. ആ നാട്ടിലോട്ടുള്ള യാത്രയാണെങ്കിലും യാത്ര കുറച്ച് സ്ട്രെസ്ഫുള്ളായിരുന്നു. അതുപോലെ തന്നെ വന്നു കഴിഞ്ഞിട്ടൊന്നും റെസ്റ്റൊന്നും കിട്ടിയില്ല. അടുത്ത യാത്ര അങ്ങനെയെല്ലാം ആയപ്പോഴത്തേക്കിനും ഞാൻ ആകെ വീക്കായിരുന്നു. പക്ഷേ നമുക്കത് പുറമേ അങ്ങനെ അത് കാണിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മളിങ്ങനെ പിടിച്ച് നിൽക്കുന്നൊരവസ്ഥയുണ്ടല്ലോ, ആ ഒരു ഇതിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. അപ്പം അത് ഒരു റീസൺ. പിന്നെ നമ്മൾ റൂം എടുത്തിടത്താണെങ്കിലും നമുക്ക് വെള്ളത്തിന് പ്രശ്നമായിരുന്നു. എന്നും രാവിലെ എഴുന്നേൽക്കുമ്പോൾ അവിടെ വെള്ളം കാണത്തില്ല, അതുപോലെ കറണ്ട് കാണത്തില്ല. അങ്ങനെ ഓരോ ദിവസവും ഓരോ പ്രശ്നങ്ങളായിരുന്നു. അപ്പം അതുകൊണ്ട് ഒന്നും നമ്മൾ ഉദ്ദേശിച്ച പോലെ ടൈം പീരീഡിൽ നമുക്ക് ചെയ്തു തീർക്കാൻ പറ്റിയില്ല. അപ്പം മരുമോൻ്റെ ചുമയ്ക്കുള്ള മരുന്ന് യൂട്യൂബിൽ തപ്പി കണ്ടുപിടിക്കുന്ന അമ്മായിയമ്മയാണ് കേട്ടോ. ഞങ്ങളൊക്കെ ഫോൺ ഉപയോഗിക്കുന്നതിന് ചീത്ത വിളിക്കുന്ന മമ്മി ഇപ്പോൾ ഫുൾ ടൈം യൂട്യൂബിലാണ്. മമ്മി യൂട്യൂബിൽ എന്തോ ചുമയുടെ മരുന്ന് കണ്ടു എന്നും പറഞ്ഞ് ഇച്ചായന് ആ മരുന്ന് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി യൂട്യൂബ് വീഡിയോയും കണ്ടുകൊണ്ട് നടന്നു പോകുമ്പോൾ വരെ ആ വീഡിയോ കണ്ടുകൊണ്ടാണ് പോകുന്നത്. അപ്പോൾ ഞാൻ പുറകെ കമൻ്റ് അടിച്ച് നടക്കുമായിരുന്നു കേട്ടോ. അങ്ങനെ പിള്ളേരവിടെ കളിക്കുകയല്ലേ എന്ന് വിചാരിച്ച് ഞങ്ങളൊരു കോഫിയൊക്കെ കുടിക്കാം എന്ന് പറഞ്ഞിട്ട് ഇപ്പുറത്തെ കോഫി ഷോപ്പിൽ വന്നതാണ്. അപ്പോൾ ഇതൊക്കെ പുതിയതായിട്ട് വന്ന ബിൽഡിങ്സ് ആണ് കേട്ടോ. പുതിയത് എന്ന് ഞാൻ പറയുന്നില്ല, കാരണം ഇത് വന്നിട്ട് എത്ര വർഷമായി എന്ന് എനിക്കറിയില്ല. എന്തായാലും ആ ലേക്ക് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഇതൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല. ഞാനിപ്പം നേരത്തെ പറഞ്ഞല്ലോ 10 വർഷത്തിന് ശേഷം പോയതുകൊണ്ട് എനിക്കറിയില്ല ഈ ബിൽഡിങ്ങൊക്കെ എന്നാണ് വന്നതെന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ കണ്ടോ അങ്ങ് ദൂരെ ഉറുമ്പും കൂട്ടം പോലെ പിള്ളേർ പോകുന്നുണ്ടോ. അവർ നമ്മുടെ ഭാവിയുടെ വാഗ്ദാനങ്ങളാണ്, ഭാവിയിലെ നമ്മുടെ കാവൽക്കാരാണ്. അവർ ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞിട്ട് ട്രെയിനിങ് കഴിഞ്ഞിട്ട് എന്ന് പറയുന്നില്ല, ട്രെയിനിങ്ങിൻ്റെ ആ ഒരു ഭാഗമായിട്ട് അവർ എന്താ പറയുക, ഒരു സെക്ഷൻ കഴിഞ്ഞ് അടുത്ത സെക്ഷന് വേണ്ടിയിട്ട് എന്നൊക്കെ പറഞ്ഞ പോലെ പോകുന്നതാണ്. ഇതൊക്കെ കണ്ടപ്പം ഒന്ന് നൊസ്റ്റാൾജി അടിച്ചു. പക്ഷേ ഈ വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് സങ്കടം വരുന്നുണ്ട് കേട്ടോ. കാരണം ഞങ്ങളവിടെ ഒരു 5 മിനിറ്റ് ഇരുന്നപ്പോൾ വെയിൽ സഹിക്കാൻ വയ്യ എന്ന് പറഞ്ഞ് ഞങ്ങൾ ഉള്ളിലേക്ക് മാറിയിരുന്നു. അപ്പോൾ ഈ പൊരി വെയിലത്തും പെയ്യുന്ന മഴയത്തും തണുപ്പത്തും മഞ്ഞത്തും ഒക്കെയാണ് ഇവർ ട്രെയിനിങ് ചെയ്ത് ഒരു പട്ടാളക്കാരായിട്ട് ആ യൂണിഫോം ഇട്ട് നമ്മുടെ നാടിന് വേണ്ടിയിട്ട് സേവനം ചെയ്യാൻ വരുന്നത്. പക്ഷേ അവർക്ക് അർഹിക്കുന്ന ഒരു പരിഗണന എല്ലായിടത്തും കിട്ടുന്നുണ്ടോ എന്ന് നമ്മളൊന്ന് ആലോചിക്കണം. അതൊക്കെ ഇപ്പോൾ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴാണ് ഞങ്ങൾ ആ വെയിൽ കാരണം എഴുന്നേറ്റ് പോയതൊക്കെ ഞാൻ ഓർക്കുന്നത് കേട്ടോ. ഞാനവിടെ കുറച്ച് നേരം കൂടി ഇരുന്നായിരുന്നു ഇതിങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരുന്നതുകൊണ്ട്. അപ്പോൾ അതേ അവർ ട്രെയിനിങ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഭാവിയിലെ കാവൽക്കാരാണ് അവർ. അപ്പം പിന്നെ ഉള്ളിലോട്ട് വന്നിരുന്നു കേട്ടോ. കോഫിയൊക്കെ വന്നു. അപ്പം UK വന്നപ്പം മുതൽ ഞാൻ ഭയങ്കര ഷുഗർ കട്ടായിരുന്നു. ആ ഷുഗർ കട്ടെല്ലാം നാട്ടിൽ പോയതോടെ കട്ടായിപ്പോയി. പഞ്ചസാരയൊക്കെ കലക്കി അടിച്ചാണ് ചായയും കാപ്പിയൊക്കെ കുടിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ കാപ്പിയൊക്കെ കുടിച്ച് എന്തൊക്കെയോ കഥകൾ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. എന്തൊക്കെയോ പറയുന്നുണ്ട്, എന്നതാണെന്നൊന്നും ഇപ്പം എനിക്കൊരു ഓർമ്മ പോലും ഇല്ല. അങ്ങനെ ഞങ്ങൾ അവിടെ ഇരുന്ന് കാപ്പിയൊക്കെ കുടിച്ചു. അവന്മാരവിടെ കളിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് എല്ലാവരും അങ്ങോട്ട് നോക്കിയിരിക്കുന്നത്. പിള്ളേരവിടെ വെള്ളത്തിൻ്റെ അടുത്താണല്ലോ കളിക്കുന്നതെന്ന് ഓർത്തിട്ട്. പിന്നെ പിള്ളേർ കളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കിന് നമ്മൾ തിരിച്ച് പോരാൻ വേണ്ടി അടുത്ത സ്ഥലത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് വഴി വന്നതാണ്. അപ്പോൾ ആ ബൊഗൈൻവില്ല പൂത്ത് നിൽക്കുന്നുണ്ട്, എന്ത് ഭംഗിയാണെന്ന് ഞാനതിങ്ങനെ ഫോക്കസ് ചെയ്ത് നിൽക്കുകയായിരുന്നു.
അപ്പോൾ അതേ നമ്മൾ ബ്ലാക്ക് ബ്രിഡ്ജ് എത്തിയിട്ടുണ്ട്. ബ്ലാക്ക് ബ്രിഡ്ജ് എത്തിയപ്പോഴത്തേക്കിന് കാത്തിരുന്ന പോലെ തേടിയ വള്ളി കാലെ ചുറ്റി എന്ന് പറഞ്ഞതുപോലെ ദേണ്ട്ര പോകുന്നൊരു കാട്ടുപോത്ത്. കാട്ടുപോത്തൊക്കെ കൂട്ടത്തോടെ വരുന്നത് നോക്കി നിൽക്കുന്നൊരു സമയമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പണ്ട് ഇങ്ങനെ നമ്മൾ താമസിക്കുന്ന വീടിൻ്റെ അവിടെയൊക്കെ വരുമായിരുന്നു. ആ കാട്ടുപോത്തിനെയൊക്കെ കുറേ നേരം കണ്ട് അത് കഴിഞ്ഞ് നമ്മൾ ദേണ്ടെ MRCയുടെ ഗ്രൗണ്ടിൻ്റെ അതിലെ ചുറ്റിക്കറങ്ങി പോവുകയാണ്. അപ്പോൾ ഈ ഗ്രൗണ്ടാണെങ്കിലും ഒരുപാട് ഓർമ്മകളുണ്ട്. നേരത്തെ നമ്മളവിടെ താമസിക്കുന്ന സമയത്ത് ഫാമിലി ഗെറ്റ് ടുഗദറിനൊക്കെ വരുന്നതും SP ബാലസുബ്രഹ്മണ്യത്തിൻ്റെ ഗാനമേള ഞാൻ ഫ്രണ്ടിലിരുന്ന് കണ്ടത് ദേ ഈ ഗ്രൗണ്ടിലാണ്. അതൊക്കെ എന്താ പറയുക, ഈ ഒരു പട്ടാള ജീവിതത്തിൻ്റെ ഭാഗമായതുകൊണ്ട് മാത്രം കിട്ടിയ ഭാഗ്യങ്ങളാണ് കേട്ടോ. SPBയുടെ ഗാനമേള കേട്ടതാണെങ്കിലും KS ചിത്രയുടെ ഗാനമേളയ്ക്ക് പോകാൻ പറ്റിയതാണെങ്കിലും ഒക്കെ ആ ഒരു ലൈഫിൻ്റെ ഒരു ഭാഗമായിരുന്നു. അങ്ങനെ ദേ ക്വാർട്ടേഴ്സിൻ്റെ മുറ്റത്ത് വന്നു. എനിക്ക് ക്വാർട്ടേഴ്സ് കാണുമ്പോൾ അത്ര വലിയ ഓർമ്മകളൊന്നും ഇല്ല കേട്ടോ. ഞാൻ എൻ്റെ കൂട്ടുകാരെ കാണാൻ വരുന്ന ആ ഒരു ഓർമ്മയേ ഉള്ളൂ. ഇത്രയും വർഷം ഒരു പട്ടാളക്കാരൻ്റെ ഭാര്യയായിട്ട് ജീവിച്ചെങ്കിലും ഒരു ദിവസം പോലും എനിക്ക് ക്വാർട്ടേഴ്സിൽ താമസിക്കേണ്ട ഒരു അവസ്ഥ ഇച്ചായം വരുത്തിയിട്ടില്ല. അല്ലെങ്കിൽ അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായിട്ടില്ല. എപ്പോഴും നമ്മൾ പുറത്ത് വീടെടുത്താണ് താമസിച്ചിട്ടുള്ളത് കേട്ടോ. നമ്മളെല്ലാ സ്വാതന്ത്ര്യങ്ങളും അനുഭവിച്ച് അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു ക്വാർട്ടേഴ്സിനകത്ത് വീർപ്പ് മുട്ടി ജീവിക്കേണ്ട ഒരു അവസ്ഥയൊന്നും എനിക്കൊരിക്കലും വന്നിട്ടില്ല. ക്വാർട്ടേഴ്സിലെ ജീവിതം ഭയങ്കര മോശമാണെന്നല്ല കേട്ടോ ഞാൻ പറയുന്നത്. എന്നെ സംബന്ധിച്ച് എനിക്ക് അതിനുള്ളൊരു അവസരം ഉണ്ടായിട്ടില്ല. പിന്നെ എന്താ പറയുക, നമ്മളവിടെ ഇരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരുപാട് ആൾക്കാർ ഒന്നിച്ച് താമസിക്കുന്ന ഒരു സ്ഥലം എന്ന് പറയുമ്പോൾ നമുക്കതൊരു ബുദ്ധിമുട്ടുണ്ടല്ലോ. അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല. അപ്പോൾ ദാ ഈ കാണുന്ന ബിൽഡിങ്സൊക്കെ ഞങ്ങൾ പോകുന്ന കാലത്ത് അവിടെ എല്ലാം ക്ലീൻ ചെയ്ത് ഇങ്ങനെ അവിടുത്തെ ആ ഒരു ഏരിയ റെഡിയാക്കുന്നതേ ഉള്ളായിരുന്നു ബിൽഡിങ് പണിയാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ അതെല്ലാം ക്വാർട്ടേഴ്സായി, അവിടെ എല്ലാം താമസക്കാരായി. അങ്ങനെ ഞാനിങ്ങനെ ഓരോ ബിൽഡിങ്ങും കാണുമ്പോൾ ഇത് ആ കടയായിരുന്നു ഈ കടയായിരുന്നു എന്നൊക്കെ പറഞ്ഞു പോവാണ് കേട്ടോ. ഞാൻ മാല മേടിക്കുന്ന കട, കമ്മൽ മേടിക്കുന്ന കട എന്നൊക്കെ പറഞ്ഞിട്ട് മെഡിക്കൽ സ്റ്റോറുകൾ ഒക്കെ ഇങ്ങനെ ഇത് ആ കടയിലെ ഈ കടയിലെ എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഓർമ്മകൾ പുതുക്കി പോവായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളങ്ങനെ ബോയ്സ് കമ്പനിയിലെത്തി. ഇതാണ് ബോയ്സ് കമ്പനി. മമ്മീനെ ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഊട്ടിയുടെ കാര്യം പറയുമ്പോൾ മമ്മിയെ ഞങ്ങൾ കളിയാക്കുന്നത് ബോയ്സ് കമ്പനി എന്ന് പറഞ്ഞിട്ടാണ്. പണ്ട് മമ്മിയൊക്കെ എന്നെ കാണാൻ വേണ്ടിയിട്ട് വന്നപ്പോൾ ബസ്സിൽ കയറിയിട്ട് മമ്മി ബോയ്സ് കമ്പനി എന്ന് പറഞ്ഞിട്ട് ചേട്ടായിയൊക്കെ എപ്പോഴും പറഞ്ഞ് കളിയാക്കും. അപ്പോൾ ദേ ഈ കിടക്കുന്ന RSR എന്ന് പറയുന്ന ബസ് അന്നും ഉണ്ട് കേട്ടോ. ഞാൻ സാധനമൊക്കെ മേടിക്കാൻ പോയിക്കൊണ്ടിരുന്ന ഈ ബസ്സിലൊക്കെ കയറിയാണ്. അങ്ങനെ എല്ലാം ഇങ്ങനെ ഓർമ്മകളാണ്. അപ്പോൾ നമ്മളിനി അടുത്തത് ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്ന വീടിൻ്റെ ലൊക്കേഷനിലേക്കാണ് പോകുന്നത്. അപ്പോൾ എനിക്കിതൊന്നും കട്ട് ചെയ്ത് കളയാൻ തോന്നുന്നില്ല കേട്ടോ. ഈ പോകുന്ന റൂട്ടൊന്നും കട്ട് ചെയ്ത് കളയാൻ തോന്നുന്നില്ല. കാരണം ഇത് കുറച്ച് കാലം കഴിയുമ്പം വീണ്ടും എനിക്ക് കാണാൻ കൂടെ വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അല്ലെങ്കിൽ എനിക്ക് എൻ്റെ ഒരു ഓർമ്മ ഇനി എത്ര കാലം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഊട്ടിയിലേക്ക് ഒന്ന് പോകുന്നത് എന്നൊന്നും നമുക്കറിയത്തില്ലല്ലോ. ഇപ്പോൾ അന്ന് ഞാൻ അവിടുന്ന് എല്ലാം പാക്ക് ചെയ്ത് ഒരു വെളുപ്പാങ്കാലത്ത് ആരോടും യാത്ര പറയാതിരിക്കാൻ വേണ്ടി വെളുപ്പാങ്കാലത്ത് പോകുന്ന ആ ഒരു ഇതിൽ നിന്ന് പിന്നെ 10 വർഷത്തിന് ശേഷമാണ് ഞാൻ അങ്ങോട്ട് പോകാൻ പോകുന്നതെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. അപ്പം ആ ഒരു വിഷമമുണ്ടല്ലോ എന്ന് പറഞ്ഞതുപോലെ ഇനി ഏത് കാലത്താണ് നമ്മൾ പോകുന്നതെന്നൊന്നും നമുക്കറിയത്തില്ല. അവിടെ ഒരുപാട് കൂട്ടുകാരും ഒരുപാട് ബന്ധങ്ങളും ഒക്കെ ആയിട്ട് നമ്മളിങ്ങനെ ജീവിച്ചുകൊണ്ടിരുന്നിടത്തുനിന്ന് പെട്ടെന്ന് ഇങ്ങനെ ഇച്ചാന് സ്ഥലം മാറ്റം വന്നു. നമ്മൾ ഇന്ന ദിവസം പോകാമെന്ന് തീരുമാനിക്കുന്നു. അപ്പം ശരിക്കും നമ്മൾ അവിടെ അങ്ങ് ജെല്ലായി പോയ ഒരു അവസ്ഥയെന്ന് നമ്മളെ അവിടെ നിന്ന് ഇങ്ങനെ പറിച്ച് മാറ്റി നടുമ്പോഴത്തേക്കിന് അന്ന് എനിക്ക് എൻ്റെ കൂട്ടുകാരോടൊക്കെ യാത്ര പറയാനുള്ള മടി കൊണ്ട് ഞങ്ങളൊരു വെളുപ്പിന് 2 മണി 3 മണി സമയത്താണ് കേട്ടോ ഊട്ടിയിൽ നിന്ന് പോകുന്നത് തന്നെ. നേരത്തെ പോയ എല്ലാവരോടും ഞങ്ങൾ ഇന്ന ദിവസം പോകും എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ആ ഒരു യാത്ര പറച്ചിൽ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വെളുപ്പിന് സമയത്താണ് പോകുന്നത്. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഓർമ്മകൾ അല്ലെങ്കിൽ ആ സങ്കടമൊക്കെ എനിക്ക് വീണ്ടും അതുപോലെ ഫീൽ ചെയ്യുമായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മളിതേ ഞങ്ങളുടെ വീടിൻ്റെ ആ ഒരു ലൊക്കേഷനിലോട്ട് എത്തുകയാണ്. അതെല്ലാം എൻ്റെ കൂട്ടുകാരുടെ വീടായിരുന്നു കേട്ടോ ഈ കഴിഞ്ഞു പോയതൊക്കെ. എടുത്ത് കഴിക്കണം മക്കളെ പറ അവിടെ കാണണോ? തിരിച്ചു പോകുമ്പോ അപ്പ കാണിക്കാം കേട്ടോ. കുതിരേനെ അവിടെ ഒപ്സിക്കലൊക്കെ വെച്ചിട്ട് കുതിരേനെ ചാടിക്കും അതിന്റെ മേലൂടെ. ഇവിടെ ആണോ എന്നാ ഇവിടെ നിന്നാണ് നമ്മളെ പിക്കപ്പ് എടുത്ത് പോയതല്ലേ. ഇവിടെ രാത്രി കൊണ്ടിട്ടുള്ളത് പിക്കപ്പ്. നമ്മൾ അവിടുന്ന് ഒരു പിക്കപ്പ് കൊണ്ടുവന്നതാണ്. ഇവിടുന്ന് കാറ് കിടക്കുന്നുണ്ട്. പട്ടിക്കുട്ടിയെ കൊണ്ടുവരുന്നു ഇവിടെ. 3 പൂച്ച മമ്മി ആ ബാഗിനകത്തുനിന്ന് ചോക്ലേറ്റിങ് എടുക്കാവോ? ഇവിടെ ഇറക്കുമല്ലേ ഞങ്ങളെ? കുഴപ്പമില്ല, പോയിട്ട് വരാം. എന്താ വേണം ചെയ്യാം. നിങ്ങൾ എവിടെയെങ്കിലും ഒരിടത്ത് ഉറക്കേ. നീ പറ എന്താ ചെയ്യണം. ഇതാണ് നമ്മുടെ വീട്. ഉണ്ണിക്കട്ട താഴെ കാണുന്നത് ഞങ്ങൾ താമസിക്കുന്ന വീട്. അപ്പായി അമ്മായി വാഴയൊക്കെ വെച്ചാറുണ്ട്. ഇവിടെ ഒരു വാട്ടർ ടാങ്ക് ഉണ്ടായിരുന്നു. ടാങ്കൊക്കെ എടുത്ത് മാറ്റി അതിനകത്ത് ഇറങ്ങി കഴുകുമായിരുന്നു. പൊന്നു വരെ ഇറങ്ങിയിട്ടുണ്ട് അതിനകത്ത്.
അടി തട്ടാതെ കുഞ്ഞുമായിരുന്നു ഇവിടുത്തെ താരം. അതെ വർക്കിക്കട നോക്കിക്കോളെ ഉണ്ടോന്ന്. അതെ ഏതാന്ന് എനിക്കറിയത്തില്ല വീട്. ഇവിടെ എങ്ങാണ്ട് ഒരു വീട്. ഇതെന്റെ അണ്ണന്റെ തയ്യക്കട. അണ്ണൻ മരിച്ചുപോയോ? ഇവിടെ ഉണ്ടായിരുന്ന വീടൊക്കെ ഇല്ല ഇപ്പൊ. ഓ, ഞാൻ ഈ വർക്കി മറന്നു വെറുതെ അല്ലേ കഴിഞ്ഞ ദിവസം ചിച്ച ഊട്ടിയിലെ വർക്കി ഞാൻ ഈ വർക്കിയുടെ കാര്യം മറന്നുപോയായിരുന്നു. അപ്പോൾ നമ്മൾ ആദ്യം താമസിച്ച വീട്ടിലേക്ക് തന്നെ പോകാമെന്ന് വിചാരിച്ചു ആദ്യം. അപ്പോൾ ദേ നമ്മൾ ഈ പോകുന്ന വഴിയിൽ ഇതെല്ലാം കാട്ടുപോത്തുകൾ ഇങ്ങനെ സ്വൈര്യവിഹാരം നടത്തിക്കൊണ്ടിരുന്ന സ്ഥലമാണ് കേട്ടോ. ഈ തേയിലക്കാടുകളാണെങ്കിലും അതെ, അതുപോലെ തന്നെ നേരെ ഇപ്പുറത്തെ സൈഡിൽ ഫെൻസിങ് കെട്ടിയിരിക്കുന്നത് ആർമി ക്യാമ്പിൻ്റെ ഭാഗമാണ്, ട്രെയിനിങ് ഏരിയ ആണ്. ഇപ്പോഴാണ് അവിടെ ഒക്കെ ഇത്രയും ഇങ്ങനെ തെളിഞ്ഞ് കിടക്കുന്നത്. നേരത്തെ അതിങ്ങനെ കുറച്ചുകൂടെ ഇരുണ്ട് മൂടി കിടക്കുന്ന ഒരു സ്ഥലമായിരുന്നു. അപ്പോൾ ഇവിടെ എവിടെ വേണമെങ്കിലും കാട്ടുപോത്ത് കാണും. ചിലപ്പോൾ ഒറ്റയാനായിരിക്കും, ചിലപ്പോൾ അതൊരു ഗ്രൂപ്പ് ഓഫ് കാട്ടുപോത്തുകളായിരിക്കും. അപ്പം ഞങ്ങളിങ്ങനെ ബൈക്കിലും നടന്നും ഒക്കെ ഇതിലേ പോകുമ്പം ചിലപ്പോൾ ഇങ്ങനെ കാട്ടുപോത്തിന് മുമ്പിൽ ചെന്ന് ചാടും, പിന്നെ കുറേ പുറകോട്ട് പോയി മാറി നിൽക്കും, അതുങ്ങൾ പോയി കഴിഞ്ഞിട്ട് പോകും. അങ്ങനെയൊക്കെ ഒരുപാട് ഓർമ്മകളുണ്ട് കേട്ടോ. അപ്പോൾ അണ്ണാനഗർ എന്നായിരുന്നു ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്ന ആ ഒരു സ്ട്രീറ്റിൻ്റെ പേര്, ആദ്യം താമസിച്ചുകൊണ്ടിരുന്നത്. ഇതിൻ്റെ കുറച്ച് അപ്പുറത്ത് ആർമി ക്യാമ്പിൻ്റെ അവിടെ നമ്മൾ കയറി വന്നിടത്ത് കണ്ടത് നല്ലപ്പ സ്ട്രീറ്റ്. ഞങ്ങളിവിടെ കുറച്ച് നാൾ താമസിച്ചിട്ട് പിന്നെ അങ്ങോട്ടേക്ക് മാറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ അണ്ണാനഗർ എനിക്ക് ഒരുപാട് ഓർമ്മകളുള്ള സ്ഥലമാണ്. ഈ കാണുന്ന വാട്ടർ ടാങ്കിൽ നിന്ന് ഞാൻ ഒരുപാട് വെള്ളം ചുമന്നിട്ടുള്ളതാണ് കേട്ടോ. 20 ലിറ്ററിൻ്റെ ക്യാനിൻ്റെ അകത്ത് വെള്ളം എടുത്ത് ഒരുപാട് വെള്ളം, അത് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല, അത്രയും വെള്ളമൊക്കെ ഞാൻ ചുമന്നിട്ടുള്ളൊരു സ്ഥലമാണ്. കാരണം വെള്ളം എന്ന് പറയുന്നത് ഇവിടെ അത്രയും പ്രശ്നമുള്ളൊരു ഏരിയയാണ്. അപ്പം ഇതാണ് ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്ന വീട്. അന്ന് ഈ വീടിൻ്റെ പെയിൻറ്റിൻ്റെ കളർ ഇതൊന്നും അല്ല. ഈ കോമ്പൗണ്ടിനകത്ത് ഇത് 4 കുടുംബങ്ങൾക്ക് താമസിക്കാനുള്ള സ്പേസ് ഉണ്ട് കേട്ടോ. ഞങ്ങൾ 4 ഫാമിലീസ് ആയിരുന്നു അവിടെ താമസിച്ചുകൊണ്ടിരുന്നത്. ആ ഓപ്പൺ ആയി കിടന്ന ഡോറിൻ്റെ അകത്ത് ഞാൻ താമസിച്ചിട്ടുണ്ട്, ആ റൂമിൽ ഞാൻ താമസിച്ചിട്ടുണ്ട്, അതതിൻ്റെ അപ്പുറത്ത് സെൻറ്ററിൽ ഉണ്ടായിരുന്ന റൂമിലും താമസിച്ചിട്ടുണ്ട്. അപ്പോൾ അന്നത്തെ ആ ഒരു സൗഹൃദങ്ങളൊക്കെ ഇപ്പോഴും എല്ലാവരുമായിട്ടും കാത്തു സൂക്ഷിക്കുന്നുണ്ട്. ആക്ച്വലി ആ റൂമിൽ താമസിച്ചുകൊണ്ടിരുന്ന രതീഷ് ചേട്ടൻ കോയമ്പത്തൂരുണ്ട്. ഞാൻ ഇവിടുന്ന് കോയമ്പത്തൂർ എത്തിയിട്ട് ചേട്ടനെയും കൂട്ടി കോയമ്പത്തൂർ ഊട്ടിക്ക് പോകാനായിരുന്നു എൻ്റെ ആദ്യത്തെ പ്ലാൻ. ഈ റൂമിലൊരു അമ്മ ഇരുന്ന് നിങ്ങൾ വന്നപ്പോ ഉണ്ട്. അതെന്തുവാ വാഷ്റൂമാ? ഇവിടെയാ വെള്ളം വരുന്നത്. ഇതെന്താ അലക്കല്ലായിരുന്നു. ഇതെന്തുവാ അത്? അതാ വീട്. ഇത് വാട്ടർ ടാങ്ക് ആയിരിക്കും അടിയിൽ. ഇതോ? ആ ടാങ്കിൽ നിന്നുള്ള വെള്ളം ഇവിടെ വരും. ഇതിൽ പിടിച്ചിട്ട് ബാലൻസ് ഇതിലേക്ക് വിടും. ഇതൊക്കെ ക്യാനിൽ തന്നെ നിറച്ചു വെച്ചിട്ടുണ്ട്. അതെല്ലാം വെള്ളം ഇവിടെ വെള്ളത്തിന് നല്ല പ്രോബ്ലം ഉള്ള ഏരിയയാണ്. ഓ, എല്ലാ ദിവസവും ഡെയിലി വെള്ളം വരത്തില്ല. ശരിക്കും ആ വീടിൻ്റെ മുറ്റത്ത് കയറിയപ്പോൾ എനിക്ക് ഒരുപാട് സങ്കടം വന്നു കേട്ടോ. കാരണം നമ്മൾ സ്വന്തം എന്നതുപോലെ ജീവിച്ച ഒരു വീടായിരുന്നു അത്. അതിൻ്റെ ഹൗസ് ഓണർ ജേക്കബ് അങ്കിളിപ്പോൾ ആ വീടൊക്കെ വിറ്റു. അങ്കിളുമായിട്ടൊക്കെ നമ്മളിപ്പോഴും നല്ല കോണ്ടാക്റ്റ് ഉണ്ട് കേട്ടോ. പക്ഷേ നമുക്ക് ആ ഒരു വീട് നമ്മുടെ സ്വന്തം പോലെയായിരുന്നു. നമ്മൾ അങ്ങനെയായിരുന്നു അവിടെ ജീവിച്ചത്. ഈ ഒരു അമ്പലത്തിൽ ഉത്സവമൊക്കെ വരുമ്പോൾ ആ മുറ്റത്ത് നിന്നാൽ മതി ഇവിടുത്തെ കാര്യങ്ങളെല്ലാം കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യാൻ. അങ്ങനെ നമ്മളിതേ ഇപ്പോൾ ഈ പോകുന്നത് ഞങ്ങൾക്ക് ഞങ്ങളുടെ ലൈഫിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു മനുഷ്യൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ. ചേട്ടൻ ഇന്ന് ജീവനോടെ ഇല്ല. ചേട്ടൻ മരിച്ചപ്പോൾ പോലും ഞങ്ങൾക്ക് പോകാൻ പറ്റിയിട്ടില്ല. കാരണം അന്ന് ഞാൻ ഉണ്ണിക്കുട്ടനെ പ്രഗ്നൻ്റ് ആയിരുന്നു. എനിക്ക് ഡെലിവറിക്ക് ഒരു 10-15 ദിവസം ബാക്കിയുള്ളപ്പോഴാണ് ചേട്ടൻ മരിച്ചു പോകുന്നത്. അപ്പം ഇച്ചാനാണെങ്കിൽ അന്ന് ബാംഗ്ലൂർ ഒരു കോമ്പറ്റീഷനും പോയിരിക്കുകയായിരുന്നു. അപ്പോൾ നമുക്കതിന് പോകാനോ ഒന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. വാഗമണ്ണിൽ നിന്ന് ഊട്ടി വരെ ഇങ്ങനെ നമ്മൾ ആ ഒരു ഡെലിവറി ഡേറ്റ് എടുത്തിരിക്കുമ്പോൾ പോവുക എന്ന് പറയുന്നത് അത്ര ചെറിയ കാര്യമൊന്നുമല്ലല്ലോ. അത്യാവശ്യം നല്ല റിസ്ക് ഉള്ള പരിപാടിയല്ലേ. അങ്ങനെ അന്ന് പോകാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്പോൾ വർഷങ്ങൾക്ക് ശേഷം നമ്മളവിടെ വന്നതാണ് കേട്ടോ. അപ്പം ഇനി എത്ര ദൂരെയാണെങ്കിലും നമ്മൾ ഇവരുടെയൊക്കെ കാര്യങ്ങൾ നമ്മൾ അറിയാറുണ്ട്, നമ്മുടെ കാര്യങ്ങൾ അവരറിയാറുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ബന്ധം എന്ന് പറയുന്നത് അങ്ങനെ നഷ്ടപ്പെട്ടു പോകുന്നതല്ലോ. പിന്നെ പ്രത്യേകിച്ച് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ജീവിതത്തിൽ എൻ്റെ മരണം വരെ ഞാൻ ഓർത്തിരിക്കുന്ന, അല്ലെങ്കിൽ എനിക്ക് അത്രയും മറക്കാൻ പറ്റാത്ത കാര്യങ്ങൾ ചെയ്തു തന്നിട്ടുള്ള കുറച്ച് ആൾക്കാരിൽ ഒരാളാണ് ചേട്ടൻ എന്ന് പറയുന്നത്.
അപ്പോൾ അവരുടെ വീട്ടിൽ പോയി കുറച്ച് സമയമൊക്കെ അവിടെ ഇരുന്നു. അപ്പോൾ നമ്മൾ ഇതിലിങ്ങനെ നടക്കുമ്പോൾ നമുക്ക് നമ്മുടെ അപ്പുറത്തെ ഇപ്പുറത്തെ റൂമിൽ താമസിച്ച ആൾക്കാരുടെ കാര്യങ്ങളും ഒക്കെ ആയിരുന്നു കേട്ടോ ഇങ്ങനെ മനസ്സിൽ വരുന്നത്. ഇതാ ഞാൻ ഈ കൈ പിടിച്ചുകൊണ്ട് പോകുന്നില്ലേ, അത് മാർഷൽ, നേരത്തെ പറഞ്ഞ മണിച്ചേട്ടൻ്റെ മോനാണ് കേട്ടോ. അപ്പോൾ മാർഷലിനെ ഞാൻ ഉണ്ണിക്കുട്ടനെക്കാട്ടിലും കുറച്ചും കൂടെ ഉള്ളപ്പോൾ കണ്ടതാണ്. അവനിങ്ങനെ മണിച്ചേട്ടൻ്റെ കൈയും പിടിച്ച് നമ്മുടെ വീട്ടിൽ വരുന്നതും അന്ന് ഇവർക്ക് 2 പട്ടിക്കുട്ടികളുണ്ടായിരുന്നു, അവരെ ആയിട്ട് ഇങ്ങനെ നടക്കാൻ പോകുന്നതും ഒക്കെ ഇങ്ങനെ ഓർമ്മയിലായിരുന്നു. അപ്പോൾ ഞാൻ അവനോട് പറയുമായിരുന്നു, അവൻ്റെ അപ്പ എനിക്ക് ചെയ്തു തന്ന ഒരു ഉപകാരം, അല്ലെങ്കിൽ എൻ്റെ ഇച്ചായൻ്റെ ലൈഫിൽ അവൻ്റെ അപ്പായിക്കുള്ള ആ ഒരു സ്ഥാനം ഞാൻ അവനോട് പറയുമായിരുന്നു. കാരണം മാതാപിതാക്കൾ ചെയ്യുന്ന കാര്യങ്ങൾ മക്കളുടെ ലൈഫിൽ എത്രത്തോളം അവർക്ക് നന്മ കൊണ്ടുവരും എന്നുള്ളതൊക്കെ നമ്മളിങ്ങനെ ഓരോരുത്തരുടെയും കാര്യങ്ങളിൽ കാണുന്നുണ്ടല്ലോ. അപ്പോൾ അവനോട് ഞാൻ പറയുമായിരുന്നു അവൻ്റെ അപ്പ എത്ര നല്ലൊരു മനുഷ്യനായിരുന്നു എന്ന് ഞാൻ അവനോട് സംസാരിക്കുമായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ അവിടെ ബായിമാരെ കണ്ടു, അവരുടെ കയ്യിൽ നിന്ന് വില പേശി ബ്ലാങ്കറ്റൊക്കെ മേടിച്ചു. അപ്പം വില പേശാനുള്ള ഒരു സ്കില്ല് എനിക്ക് നഷ്ടപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു എന്ന് ഞാൻ അതിൽ നിന്ന് പഠിച്ചു. കാരണം പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് സാധനം മേടിക്കണമെങ്കിലും നമ്മൾ വില പേശി മേടിച്ചുകൊണ്ടിരുന്നതാണ്. ഇപ്പോൾ പക്ഷേ നമ്മുടെ നാട്ടിൽ ആ ഒരു ഇതൊന്നും ഇല്ലാത്തതുകൊണ്ട് പറയുന്ന വില കൊടുത്താണല്ലോ നമ്മൾ സാധനങ്ങൾ മേടിക്കുന്നത്. അപ്പം ആ ഒരു വില പേശുന്ന സ്കില്ല് എനിക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. അങ്ങനെ യാത്ര പറഞ്ഞ് നമ്മൾ പോവുകയാണ്. കാരണം നമുക്ക് കോയമ്പത്തൂർ ഇരുട്ടുന്നതിന് മുന്നേ കോയമ്പത്തൂർ എത്തുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ലക്ഷ്യം. കാരണം മഞ്ഞിറങ്ങിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആന, കാട്ടുപോത്ത് തുടങ്ങി എന്തിൻ്റെയെങ്കിലുമൊക്കെ ശല്യം ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് മല ഇറങ്ങാൻ ഇച്ചിരി ബുദ്ധിമുട്ട് വരും. അതുകൊണ്ട് അപ്പോൾ മാർഷലിനോട് ഞാൻ വീണ്ടും യാത്ര പറയായിരുന്നു. കാരണം അവൻ്റെ അമ്മേനെയും കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, ചേച്ചി കോയമ്പത്തൂരായിരുന്നു. അപ്പോൾ അമ്മയോടും പറയണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ യാത്ര പറഞ്ഞ് പോരുമായിരുന്നു. ശരിക്കും എനിക്ക് ഇവൻ കല്യാണം കഴിച്ച് അവന് കുഞ്ഞായെങ്കിലും എൻ്റെ മനസ്സിൽ ഇവൻ ആ കുഞ്ഞിലെ വീട്ടിലേക്കൊക്കെ വരുന്ന ആ ഒരു ഫേസും ആ ഒരു ഓർമ്മകളാണ് കേട്ടോ എൻ്റെ മനസ്സിൽ കൂടുതലും നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ തിരിച്ചു പോവുകയാണ്. ഇനി നമ്മൾ പോകുന്നത് നല്ലപ്പ സ്ട്രീറ്റ് എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ്. അതായത് ഞങ്ങൾ രണ്ടാമത് താമസിച്ച വീടാണ്. രണ്ടാമത് താമസിച്ച വീടാണെങ്കിലും ഞാൻ ഊട്ടിയിലേക്ക് ആദ്യം വന്നിട്ട് ആദ്യം താമസിച്ച വീട് ഇത് തന്നെയാണ്. കാരണം അവിടെ താമസിച്ചുകൊണ്ടിരുന്നത് എൻ്റെ കൂട്ടുകാരി സോഫി ചേച്ചിയൊക്കെ ആയിരുന്നു. അപ്പോൾ ഞാൻ ഊട്ടിയിലേക്ക് വന്നപ്പോൾ ഞങ്ങളുടെ കല്യാണത്തിൻ്റെ പാർട്ട് ഓർഡർ കാര്യങ്ങൾ ഒന്നും നടക്കാതിരുന്നത് കൊണ്ട് കുറച്ച് പേപ്പർ വർക്കുകളൊക്കെ ഡിലേ വന്ന് അങ്ങനെ കുറച്ച് ദിവസം എനിക്ക് ഇച്ചായൻ ക്യാമ്പിലും ഞാൻ ഇവിടെ ഇവരുടെ കൂടെ വീട്ടിലുമായിട്ടായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ ആദ്യം താമസിച്ച വീട് ഇതാണ്. പക്ഷെ ഞാനും ഇച്ചായനും കൂടെ ഒരു ജീവിതം തുടങ്ങിയ വീടെന്ന് പറയുന്നതാണ് ഇപ്പം നമ്മൾ കണ്ടത്. അങ്ങനെ എല്ലായിടത്തും എല്ലാ വീട്ടിലും നമുക്ക് ഓരോരോ ഓർമ്മകളാണ് കേട്ടോ. ഇങ്ങനെ എന്താ പറയുക, പറഞ്ഞാലും തീരാത്തൊരു ലൈഫ് സ്റ്റോറിയാണ് ഞങ്ങൾക്കുള്ളത് സത്യത്തിൽ. അമ്മ ஞாபகம் இருக்கா? நல்லா இருக்கம்மா. நீங்க நல்லா இருக்கா? சித்ராக்கு இருக்கா? இங்க இல்லையா? ഓ ചിത്രാക്കയ്ക്ക് വേല കിടച്ചാച്ചാ എങ്കേ. ഇനി നമ്മൾ കാണാൻ പോകുന്നത് നമ്മൾ രണ്ടാമത് താമസിച്ച വീടാണ് കേട്ടോ. ഇവിടെ നിന്നാണ് പിന്നെ നമ്മൾ നാട്ടിൽ നിന്നൊരു പിക്കപ്പൊക്കെ വിളിച്ച് വരുത്തി സാധനങ്ങളെല്ലാം പാക്ക് ചെയ്ത് നാട്ടിലേക്ക് പോയതും അവിടെ നിന്നാണ് പിന്നെ ഹൈദരാബാദിലേക്ക് പോയതും ഒക്കെ. അപ്പോൾ ഇതിപ്പം നമ്മളിങ്ങനെ വീഡിയോയിൽ കാണുമ്പോൾ കുറച്ച് ഒരു ബുദ്ധിമുട്ട് തോന്നുമെങ്കിലും ഞങ്ങൾ താമസിക്കുന്ന സമയത്ത് ഇവിടെ കുറച്ചും കൂടെ നല്ല അടിപൊളിയായിട്ടൊക്കെ കിടക്കുന്ന സമയമായിരുന്നു കേട്ടോ. ഇപ്പോൾ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാതെ കുറച്ച് കാടൊക്കെ പിടിച്ച് മോശമായിട്ടിരിക്കുകയാണ്. ചായം ബൈക്ക് ഇറക്കിക്കൊണ്ട് വരുന്നത് ഇത് നമ്മൾ ഈ നടന്നിറങ്ങി പോകുന്നതിലാണ് കേട്ടോ. അവിടെ തേയിലയൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു ആൾക്കാർ. അപ്പോൾ ഞങ്ങളുടെ ടോയ്ലറ്റ് എന്ന് പറയുന്നത് ആ താഴെ കാട് പിടിച്ച് കിടക്കുന്നതാണ്. ഞാൻ കാണിച്ചു തരാവേ. ഇതെല്ലാം കാട്ടുപോത്ത് വന്നു പോകുന്ന സ്ഥലങ്ങളാണ് കേട്ടോ. ഇവിടെ ഈ പാച്ച് പോലെ സിമെൻറ്റും കൊണ്ട് തേച്ച് വെച്ചിരിക്കുന്നിടത്തൊക്കെ കാട്ടുപോത്ത് വന്ന് ചവിട്ടിയിട്ട് ആ സിമെൻറ്റ് ഇതായി കാണുന്നതായിരുന്നു ഞങ്ങളുടെ ടോയ്ലറ്റ്. അപ്പോൾ അവിടെ വാതക്കലൊക്കെ കാട്ടുപോത്ത് വന്ന് കിടക്കും കേട്ടോ, വെളുപ്പിനെയൊക്കെ. അപ്പോൾ കാട്ടുപോത്ത് വന്ന് ഇങ്ങനെ ഈ സിമെൻറ്റിൽ കൂടെ ചവിട്ടി നടക്കുമ്പോൾ അത്രയും ഭാഗം കുഴി വീഴും. പിന്നെ അതെല്ലാം സിമെൻറ്റ് തേച്ച് വീണ്ടും തേച്ച് വെക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ തുറന്ന് കിടക്കുന്ന ഡോറുണ്ടല്ലോ, ഇത് ഇവിടെ നിന്ന് ഇങ്ങനെ ഉള്ളിലേക്കായിരുന്നു 2 റൂമും കിച്ചനുമായിട്ട് ഞങ്ങൾ മരം എല്ലാം വെട്ടിയാച്ചാ അന്ത മൊസാമ്പി. ആഹാ, കുരങ്ങ് വരുമാ ഇപ്പോ? എന്റെ അലക്കുകല്ല് മാറ്. അയ്യോ എന്റെ അലക്കുകല്ല്. അയ്യോ, അവിടെ ഇരുന്ന സിൻഡെക്സ് എല്ലാം എടുത്തു. സിൻഡെക്സ് എല്ലാം എടുത്താച്ചാ അங்கே ഇരുന്ന വാഴമരം. ആഹാ அங்கே இருக்கு பின்னாடி. இங்க ஒரு அக்கா இருந்தாச்சு இல்லையா, மலையாளி, பாலக்காடு. ஒரு போயாச்சா? யாரும் இல்ல. அந்த அண்ணா ஆஹா. ஐயோ, எல்லாரையும் பார்த்துட்டு போலான்னு நினைச்சு வந்து சித்ராக்கு எல்லாரோடும் சொல்லம்மா.
ഉടുപ്പ് വലിച്ചിട്ടടി. ഏതാ എന്നാ പോലെ ഇരിക്കുന്ന മറ്റേ ഇത് നേരത്തെ പോലെ ഇരിക്കുന്നൊരു ഹാർട്ട് പോലെ ഇരിക്കുന്നോ? സ്ട്രോബെറി. ആ ശരി, ഇവിടെ ചെറിയ ചെടി ഉണ്ടായിരുന്നു. ഞാനാ വാട്ടർ ടാങ്കിന്റെ അടുത്തൊക്കെ ഒന്ന് പോട്ടെ. ടാങ്കിന്റെ അകത്ത് ഇറക്കുമായിരുന്നു. പൊന്നൂസിനെ ഈ ടാങ്കിന്റെ അകത്ത് ഇറക്കി കഴുകുമായിരുന്നു ഞാൻ. കഴിവായിരുന്നാ? ഓ, ടാങ്ക് കഴിവായിരുന്നു. ആ പൊന്നൂസിനെ കഴുകുമായിരുന്നല്ലോ, ടാങ്ക് കഴുകുമായിരുന്നു. എനിക്ക് സങ്കടമാണോ എന്താ ഫീലിങ്സ് പറയാൻ പറ്റുന്നില്ല. ഇവിടെ ഇത് കണ്ടോ, ഈ ഓടിയിരിക്കുന്നില്ലേ, ഇതായിരുന്നു കുളിമുറി. ടോയ്ലറ്റ് അവിടെ താഴെ ഇപ്പൊ കാട് പിടിച്ച് കിടക്കുക. ടോയ്ലറ്റ് പോണേ അവിടെ പോണം. ഇത് ജസ്റ്റ് കുളിക്കാൻ മാത്രം കുളിമുറി ഉണ്ടായിരുന്നു. പൊട്ടി കിടക്കണല്ലോ ഇപ്പൊ. അതെല്ലാം ഓടെല്ലാം പൊട്ടി എന്താ വീണതായിരിക്കുന്നല്ലോ. പിന്നെ അവിടെ റൂമ്, ഫ്രണ്ടിലൊരു റൂം. അപ്പൊ അതിന്റെ അകത്ത് ഒരാള് സുഖമില്ലാണ്ട് കിടക്കുന്നുണ്ട്. സാരമില്ല, എന്നാലും ഇവിടെ വരെ കാണാൻ പറ്റില്ല. മുമ്പ് ഇറങ്ങിപ്പോ. അപ്പൂസേ ബാ, മുമ്പ് ഇറങ്ങിപ്പോ. അപ്പൂസേ ബാ ബാ ബാ. അതെ, അത് എവിടുന്നാടി ഉണ്ണിയുണ്ട്. രാവിലെ 6 മണിക്കൊക്കെ ഞാൻ ഇവിടെ നിന്ന് തുണി അലക്കുമായിരുന്നു. പാവം ഞാൻ മരക്കുന്ന വെള്ളത്തിൽ 6 മണിക്കാ? ആ പിന്നല്ലാതെ ഇവിടെ വെള്ളം വരുന്ന ടൈമിൽ അലക്കണം. ഒരു ദിവസം വിട്ടുവിട്ടാ വെള്ളം വരുന്നത്. അപ്പൊ വെള്ളം വരുന്ന ദിവസം ഫുള്ള് തുണിയെല്ലാം അലക്കിയിട്ട് ടാങ്കെല്ലാം നിറച്ചിടും. കൊടുക്കമ്മ പേന ഇരിക്കാം, പെന്നിരിക്കാം. ഒന്ന് ഫോൺ ഉണ്ണിക്കുട്ടാ നമുക്ക് വാ പോവാം. ഞാനിപ്പോ UK പോയി. അപ്പൊ അവിടുന്ന് ലീവ് വന്നത്. ഇവരിപ്പം റിട്ടയർ ആയി. സാറ്റർഡേ താൻ വന്നത്. ഇവർ ഇന്ത്യയിരുന്നു. 1 മാസമായിട്ട് ഇവർ ഇന്ത്യയിരുന്നു. ഞങ്ങളെല്ലാം സാറ്റർഡേ വന്നു. ഇപ്പൊ ഇന്നേക്ക് കിടന്നു. இந்த பக்கம் வந்திருக்கிறது ക്രിസ്മസ് ഒരു കോല് വാങ്ങണ്ട അത്യാവശ്യം. കവറോടെ പഴമെല്ലാം എടുത്തിട്ട് പോയിരിക്കും. அப்படியே തൂക്കിട്ട് പോയിടുச்சு. എൻ തമ്പി അവന് കല്യാണമായി, ഒരു കുളമ്പ അയച്ച് എല്ലാരും ഇത് പറഞ്ഞിട്ട് വരാം. അപ്പൊ എല്ലാരെയും പാക്കാൻ വേണ്ടി അല്ലേ? ശരി ശരി അമ്മ. ഈ നമ്പർ കൊടുത്തിട്ട് എനിക്കൊന്ന് കോൾ പണ്ണ சொல்ல. അപ്പൊ എല്ലാം സ്റ്റാർട്ടിങ്ങില് ശങ്കരണ്ണ ഫേസ്ബുക്കിലെല്ലാം മെസ്സേജ് പോട്ടിട്ടിരുന്നു. പിന്നെ അതും ഇല്ല, ടെൻഷനും എല്ലാം അയച്ച് എല്ലാവരുടെയും കോണ്ടാക്ട് പോയി. പിന്നെ ഇപ്പൊ ഈ നമ്പറിലൊന്ന് ഫോൺ പണ്ണ சொல்ல. ശരി ഓക്കെ ഓക്കെ അമ്മ, പോയിട്ട് വരേ. അതെ ഞാനും ഹാപ്പിതാ. ശരി പോയിട്ട് വരാം അമ്മ. ഓക്കെ. മൂന്ന് പൂച്ചയെ കൊല്ലത്ത് കൊണ്ടുവരുന്നു. ഒരു പൂച്ച വാങ്ങണമെന്നായിരുന്നു കിങ്ങിണി. ഞങ്ങൾ അവിടെ നിന്ന് ബൈക്കിൽ നിന്ന് രാത്രി വരുമ്പോഴേ പൾസറിന് വേറൊരു സൗണ്ടാ. കടയിലെല്ലാം പോയിട്ട് വരുമ്പോഴത്തേക്കുണ്ടല്ലോ ആ ബൈക്കിന്റെ സൗണ്ട് കേൾക്കുമ്പോ കറക്റ്റ് അറിയാം. നമ്മൾ പോകുന്ന സമയത്ത് ഇതുങ്ങളും വെളിയിൽ ചാടിപ്പോയി. അവിടുന്ന് ഇങ്ങനെ ചാടി ചാടി ഈ തേയിലയുടെ മേളിൽ കൂടെ ചാടി ചാടി വരും. നല്ല രസമായിരുന്നു. കിങ്ങിണിയും കുഞ്ഞിയും രണ്ടുപേരെയും കൊല്ലത്ത് കൊണ്ടുപോയിട്ട് ഇപ്പൊ അവരില്ല. പക്ഷെ അവരുടെ അടുത്ത ഇങ്ങനെ ഇറങ്ങിപ്പോയിട്ട് അങ്ങ് ആ മല ഇറങ്ങി പോകുമ്പോ അവിടെ താഴെ
ബ്ലാക്ക് ബ്രിഡ്ജിൻ്റെ അവിടെ ചെല്ലും. ഞാൻ ആ മല ഇറങ്ങി താഴെ പോയി സാധനം മേടിച്ചിട്ട് ആ മലയിൽ കൂടെ ചുമന്ന് കയറിയാണ് വന്നുകൊണ്ടിരുന്നത്. കഷ്ടപ്പെട്ട് അന്ന് ഞാൻ നല്ല ഫിറ്റായിരുന്നു. ഇപ്പോഴത്തെ പോലെ ഇങ്ങനെ ആനമർദ്ദയൊന്നും അല്ലായിരുന്നു, നല്ല ഫിറ്റായിരുന്നു. അതിലേം പോകാമായിരുന്നു. കഥകൾ പറയാനുണ്ട്. ഞാൻ ഈ വഴി കൂടെ കുറെ തെണ്ടി തിരിഞ്ഞ് നടന്നതാണ്. അവിടുന്ന് സാധനം മേടിച്ച് അവിടുത്തെ വീട്ടിൽ താമസിക്കുമ്പോൾ ഇങ്ങനെ ചുവന്ന് പോകുമായിരുന്നു. പിന്നെയാണ് നമ്മൾ അവിടുന്ന് ഇങ്ങോട്ട് മാറിയത്. ഫസ്റ്റ് ആ വീട്ടിലായിരുന്നു താമസിച്ചത്, പിന്നെ ഈ വീട്ടിൽ വന്നു. പിന്നെ നമുക്ക് ബർക്കി മേടിക്കാൻ പോകാം, ഊട്ടി ബർക്കി. ഇവരെല്ലാം എൻ്റെ കൂട്ടുകാരായിരുന്നു. പക്ഷേ അന്ന് ഞാൻ കമ്പ് പോലെ ഇരുന്നതുകൊണ്ട് ഇവർക്കൊക്കെ എന്നെ അറിയാമായിരുന്നു. ഇപ്പം ഞാൻ ഒരുമാതിരി വെള്ളം വെച്ച് തീർത്തത് കൊണ്ട് ആർക്കും എന്നെ മനസ്സിലാവുന്നില്ല. ഇനി പറഞ്ഞ് മനസ്സിലാക്കണമെങ്കിൽ ഞാൻ എൻ്റെ പഴയ ഫോട്ടോ പോലെ അവരെ കാണിക്കണം. അതുകൊണ്ട് അതിന് മെനക്കെടുത്ത് നമുക്ക് പോവാം. അയ്യോ, എന്തൊരു കുഞ്ഞിക്കിളിയാണ് ഇപ്പോഴത്തെ ഒരു സാധനമാണ്. ഭയങ്കര സ്വീറ്റ് വല്ല ഒന്നും അല്ല. നമുക്കിങ്ങനെ എന്റെ ക്യാമറയും പിടിച്ചു വെക്കും, എന്നിട്ട് വീഡിയോയും എടുക്കത്തില്ല. ബേക്ക് ചെയ്യല്ലേ? ബേക്ക് ചെയ്യുന്ന സെയിം മെത്തേഡ്. ഇങ്ങോട്ടതാ. ആ ലൈറ്റ് ഇട്ട്. ഇത് എത്ര ടൈം എടുക്കും അണ്ണാ ഇങ്ങനെ ഇത് റെഡിയായി വരാന്? 1.5 മണിക്കൂറാ? அதனாலதான் உங்களுக்கு என்ன ஞாபகம் வரும். சித்ராக்கட ஹஸ்பண்ட் இருந்தாச்சுல்ல அண்ணா, രാജണ്ണ ഇറന്ന ടൈമിലെല്ലാം പക്കത്തെ റൂമിൽ നമ്മൾ തന്നെ ഇരുന്നത്. അപ്പൊ ഞാൻ ரொம்ப ഉള്ളിയായിരുന്നു. അവരൊരു ബുള്ളറ്റെല്ലാം ഓട്ടിട്ട് പോയിട്ട്. നമ്മുടെ നാട്ടിൽ നിന്ന് ടൂർ വരുന്നവരെ ഊട്ടി ബർക്കിയാന്ന് പറഞ്ഞ് ഊട്ടി സൈഡിലോട്ടൊക്കെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഇരിക്കുന്ന വേറെ എന്തോ ഒരു സാധനമാണ് കൊടുക്കാറ് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് നല്ല റിയൽ ആയിട്ടുള്ള ഒറിജിനൽ ഊട്ടി ബർക്കി വേണമെങ്കിൽ നിങ്ങൾ നേരെ ബോയ്സ് കമ്പനി വരിക. ഊട്ടിക്ക് പോകുന്ന വഴിക്ക് കുന്നൂരിൽ നിന്ന് വരുമ്പോൾ ബോയ്സ് കമ്പനി എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. അവിടെയാണ് മദ്രാസ് റെജിമെന്റൽ സെന്റർ ഉള്ളത്. ബോയ്സ് കമ്പനിയിൽ നിന്ന് അവാഹില്ലിലേക്കുള്ള വഴി ചോദിക്കുക. അവാഹില്ല് വന്നു കഴിയുമ്പോൾ ഒരു വഴി ക്യാമ്പിലേക്ക്, ആർമി ക്യാമ്പിന്റെ അകത്തേക്കും ഒരു വഴി അണ്ണാനഗർ എന്ന് പറയുന്ന സ്ഥലത്തേക്കുമാണ്. അതിൽ നല്ലപ്പ സ്ട്രീറ്റില് VMS ബേക്കറി ഒറിജിനൽ സാധനമാണ് കേട്ടോ. ഞാൻ ഒരു 10-12 വർഷം കൊണ്ട് നമ്മൾ ഇവിടുന്ന് മേടിച്ച് കഴിച്ചിട്ടുള്ളതാണ്. ഒറിജിനൽ അടിപൊളി സാധനമാണ്. ആ ഒരു കറക്റ്റ് ടേസ്റ്റും കാര്യങ്ങളെല്ലാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ വന്ന് മേടിച്ചാൽ മതി. പ്രൊമോഷൻ വീഡിയോ ഒന്നും വിചാരിക്കരുത്. ഇത് ഞാൻ കാശ് കൊടുത്ത് മേടിക്കുന്ന സാധനം അടുത്ത് പാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഫോൺ നമ്പറൊക്കെ ഉണ്ട്. ഇല്ലെങ്കിൽ നിങ്ങൾ ഈ അണ്ണനെ വിളിച്ച് ചോദിച്ചാലും മതി. ഇവിടെ ആണെങ്കിൽ നമുക്ക് റേറ്റും ഡിഫറൻസ് ഉണ്ട്. അണ്ണൻ ഹോൾസെയിൽ റേറ്റിലാണ് നമുക്ക് തരുന്നത്. കടയിലോട്ടൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഭയങ്കര റേറ്റൊക്കെ മേടിക്കും. അപ്പോൾ ഇതെന്തായാലും ഈ നമ്പറിൽ നിങ്ങൾ വിളിച്ചിട്ട് വന്നാലും മതി. അല്ലെങ്കിൽ നിങ്ങൾക്ക് നേരെ ഇങ്ങോട്ട് വരാം. അവാഹിൽ എന്ന് പറഞ്ഞിട്ട് വന്നാൽ മതി. അവാഹിൽ വന്നിട്ട് ചോദിച്ചാൽ അവർ പറഞ്ഞു തരും എവിടെയാണ് ബർക്കി ഉണ്ടാക്കുന്നത്. ഓക്കെ, ചുമ്മാതല്ല നമ്മൾ ഇത്ര പെരിപ്പിച്ചു വെച്ചിരിക്കും. അതെ, ഈ മസിൽ മുഴുവൻ ഇത് ചുമക്കാനുള്ളതാ. ഈ മസിൽ മൊത്തം അത് ചുമക്കാനുള്ളതാണ്. അതെ അതെ, ഞാൻ ഇനിയും ലോഡ് തരാം മോന് ചുമക്കാൻ. ശരിക്കും ഞാൻ ഈ 10 വർഷത്തിൽ ഒരു വട്ടം പോലും ഇവിടെ വന്നില്ലെന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എവിടെ എത്തിയിരിക്കുന്നു? അല്ല, അതിന് പ്രശ്നമുണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. എടാ, നമ്മൾ അന്നേരം അത്രയും വർഷമേ ഇപ്പൊ ഞാൻ അങ്ങനെ പറഞ്ഞു. അതുവരെ വീട്ടിലിരുന്നു, പിന്നെ ഹോസ്റ്റലിൽ പോയി. ഹോസ്റ്റലിൽ നിന്ന് പിന്നെ കല്യാണം കഴിച്ചിട്ട് അത്രയും ആൾക്കാരുടെ അടുത്തുനിന്ന് നമ്മൾ ഇവിടെ വന്ന് ഒറ്റയ്ക്കായപ്പോൾ ഞാൻ ഭയങ്കര ഡിപ്പെൻഡായിരുന്നു. ഇതാണോ നമുക്ക് പഠിച്ചത്? ഡിപ്പെൻഡഡ് ആയിരുന്നു. പക്ഷേ പിന്നെ ഞാൻ ഒറ്റയ്ക്ക് നിൽക്കാൻ പഠിച്ചിട്ടുണ്ട്. ഒരു മിനിറ്റ്, ഇവിടെ ഒരു അണ്ണം ഇരിക്കാരാ? എങ്ക അവരുടെ വീടെങ്കിൽ അവർ വീട് ആണെന്നും കൂടെ അപ്പോൾ എൻ്റെ തമിഴിലെ പ്രാവീണ്യമൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. ഇതൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ വീടും ആ വീട്ടിലെ ആൾക്കാരും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതുപോലെ
അത്രയും നല്ലൊരു ലൈഫായിരുന്നു കേട്ടോ നമ്മളവിടെ ജീവിച്ചുകൊണ്ടിരുന്നത്. കാരണം അവരായിട്ട് നമുക്ക് അത്രയും അടുത്തൊരു ബന്ധമായിരുന്നു. ശരിക്കും ആ വീട്ടിലെ ഓണറൊന്നും ഇപ്പോൾ അവിടെ ഇല്ല. അവർ ജോലി കിട്ടി അവർ ക്വാർട്ടേഴ്സിലേക്ക് മാറി. ആ വീട്ടിലെ അണ്ണൻ മരിച്ച സമയത്തൊക്കെ ഞങ്ങളായിരുന്നു അവിടെ താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മൾക്ക് അവരുമായിട്ടുള്ള ഒരു ബന്ധമൊക്കെ ആ ഒരു ടൈമിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു അറ്റാച്ച്മെൻ്റ് ആയിരുന്നു അവരോടൊക്കെ. പിന്നെ ഞങ്ങൾ വീണ്ടും സെൻട്രൽ ഹോട്ടലിൽ കഴിക്കാൻ വന്നതാണ്. അപ്പം എല്ലാ വീട്ടിലും കാണുമല്ലോ ഒരിക്കലും നടക്കാത്ത കുറച്ച് ബിസിനസ് പ്ലാനുകളുള്ള ഒരു വ്യക്തി. എൻ്റെ വീട്ടിൽ അത് ഞാനാണ് കേട്ടോ. അപ്പോൾ ഞാൻ പുതിയ ബിസിനസ് പ്ലാൻ അവതരിപ്പിച്ചതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഭയങ്കരമായ ചർച്ചയിലായിരുന്നു. അപ്പം അത് ആലോചിച്ചത് മാത്രമേ ഉള്ളൂ. 8 നിലയിൽ പൊട്ടിപ്പോയി എന്ന് പറയുന്നത് തന്നെയായിരിക്കും നല്ലത്. അങ്ങനെ അതിനെക്കുറിച്ചൊക്കെ ഞങ്ങൾ ഭയങ്കര ആധികാരികമായിട്ട് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മൾ ഇവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് റൂമിലേക്ക് പോവുകയാണ്. ലഗേജെല്ലാം പാക്ക് ചെയ്ത് നമ്മൾ ഇവിടുന്ന് ഇറങ്ങാം എന്ന് തീരുമാനിച്ചു. കാരണം ഇപ്പം തന്നെ വൈകുന്നേരമായിട്ടുണ്ട്. ഇനിയും നമ്മൾ നിന്ന് താമസിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇരുട്ടാകും. നമുക്ക് കോയമ്പത്തൂർ പോലും ഇരുട്ടുന്നതിന് മുന്നേ എത്താൻ പറ്റത്തില്ല, മല ഇറങ്ങാൻ പറ്റത്തില്ല എന്നുള്ളത് കൊണ്ട് നമ്മൾ ഇറങ്ങാമെന്ന് തീരുമാനിച്ചു. അപ്പം 8 നോയമ്പ് തുടങ്ങിയത് കൊണ്ട് ഞാൻ വെജിറ്റബിൾ ഫ്രൈഡ് റൈസാണ് ഞാൻ കഴിച്ചത്. ബാക്കി എല്ലാവരും എന്തൊക്കെയോ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് കഴിച്ചു. ബിരിയാണിയും കാര്യങ്ങളും ഒക്കെ മേടിച്ച് കഴിച്ചു. അപ്പോൾ ഇനി നമ്മൾ റൂമിലേക്ക് പോവുകയാണ്. റൂമിൽ പോയിട്ട് പാക്ക് ചെയ്ത് നമ്മുടെ തിരിച്ചുള്ള യാത്ര എന്ന് പറയുന്നത് മറ്റൊരു വ്ളോഗായിരിക്കും. കാരണം അതിനകത്ത് പെണ്ണുങ്ങൾക്ക് കുറച്ച് ഇഷ്ടം തോന്നുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ആ വീഡിയോയിലുണ്ടാവും. കാരണം ഇനി നമ്മളൊരു നല്ല അടിപൊളി ഗംഭീര ഷോപ്പിങ്ങിന് പോകുന്നുണ്ട്. അതും കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നഷ്ടമാവത്തില്ല. നിങ്ങൾ കണ്ടു നോക്കണം കേട്ടോ. അപ്പം ഈ ഒരു വീഡിയോ ഞങ്ങൾ ഫുഡ് കഴിക്കുന്നതോടെ ഞാൻ നിർത്തുകയാണ്. നമ്മുടെ മടക്കയാത്ര എന്ന് പറയുന്നത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പം മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം.